ഹലോ ഗായ്സ്, വെൽക്കം ടു 12th മാൻ. യൂറോ 2024 അവസാനിച്ചിരിക്കുകയാണ്. സ്പെയിനാണ് ചാമ്പ്യന്മാരായത്. സ്പെയിൻ ഇതോടുകൂടി യൂറോയുടെ ഓൾ ടൈം ചാമ്പ്യന്മാരായിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഓരോ കോമ്പറ്റീഷൻസ് കഴിയുമ്പോൾ അതിനനുസരിച്ചുള്ള റിവ്യൂസും അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ ആളുകൾ പറയും. അപ്പോൾ ഈ ഒരു യൂറോനെ പറ്റി ആളുകൾ കൂടുതൽ സംസാരിക്കുന്നത് ഏറ്റവും കൂടുതൽ ബോറിംഗ് മത്സരങ്ങൾ നടന്ന യൂറോ, അതുപോലെ തന്നെ ഇതാണ് ഏറ്റവും വേഴ്സ്റ്റ് കോമ്പറ്റീഷൻ, ഫുട്ബോളിൽ തന്നെ നടന്നത് ഏറ്റവും വേഴ്സ്റ്റ് നോക്കൗട്ട് കോമ്പറ്റീഷൻ യൂറോ 2024 എന്നുള്ള രീതിയിലൊക്കെ പല സംശയങ്ങളും ആളുകൾ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനേക്കുള്ളൊരു മറുപടി എന്താണ് പറയാൻ ഉള്ള കാരണങ്ങൾ, അതുപോലെ തന്നെ അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു വിലയിരുത്തലാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. യൂറോ 2024 വൺ ഓഫ് ദ ബെസ്റ്റ് ടൂർണമെൻ്റ് എന്ന് പറയുന്നതിൽ പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് ബോറിംഗ് മാച്ചസ് ആയിരുന്നു. ഒരുപാട് ബോറിംഗ് മത്സരങ്ങൾ ഈ ഒരു യൂറോ ആളുകൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതുപോലെ തന്നെ ലെസ് എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഒരുപാട് മത്സരങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ സ്റ്റാർ പ്ലേയേഴ്സിൻ്റെ അഭാവം, സ്റ്റാർ പ്ലേയേഴ്സ് ഈ ഒരു യൂറോയിലേക്ക് വന്നപ്പോൾ വളരെ കുറവായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അണ്ടർഡോഗ് സ്റ്റോറീസ്, നമ്മൾ പൊതുവെ എല്ലാ ടൂർണമെൻറ്റിലും കാണുന്നതാണ് അണ്ടർഡോഗ് ടീമാണ്, അതുപോലെ തന്നെ അണ്ടർഡോഗ് സ്റ്റോറീസ്, അതൊക്കെ കേൾക്കാനും കാണാനൊക്കെ നമുക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ ഈ ഒരു യൂറോയിൽ വന്നപ്പോൾ വളരെ കുറവായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഫേവറേറ്റ്സ് നമ്മൾ വിശേഷിപ്പിച്ച മിക്ക ടീമുകളും വളരെ ഡിസപ്പോയിൻമെൻ്റ് ആയിട്ടാണ് ഈ ഒരു സീസൺ പെർഫോം ചെയ്തത്. അതുപോലെ തന്നെ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ഫേവറേറ്റ്സിന് ലിസ്റ്റ് ഇല്ലാത്തൊരു ടീമായിരുന്നു സ്പെയിൻ. അപ്പോൾ സ്പെയിനാണ് പിന്നീട് ചാമ്പ്യന്മാരായത്. ഇപ്പോൾ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് സ്പെയിൻ ഫേവറേറ്റ്സ് അല്ലായിരുന്നെങ്കിലും ആദ്യത്തെ ഗ്രൂപ്പ് മത്സരം തൊട്ട് തന്നെ സ്പെയിൻ യൂറോ അടിക്കാൻ നല്ല ചാൻസ് ആണ് പലർക്കും തോന്നിയിരുന്നു. അപ്പോൾ അത് തന്നെയാണ് പിന്നെ നമ്മൾ കണ്ടതൊക്കെ. പിന്നെ ഫേവറേറ്റ്സിൻ്റെ ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെടുത്തിയ ടീമുകളൊക്കെ ആണെങ്കിൽ വളരെ മോശം പ്രകടനമാണ്. ഈ ഒരു യൂറോ തുടങ്ങുന്നതിന് മുമ്പ് നല്ല കളികൾ പ്രതീക്ഷിക്കും, ഇവരുടെ ഭാഗത്ത് നിന്നൊക്കെ പ്രതീക്ഷിക്കും എന്ന് കരുതി പോയാൽ നമുക്കൊക്കെ തന്നെ വളരെ ബോറിംഗ് ലെസ് എന്ന ടീമിലുള്ള മത്സരങ്ങളാണ് ഇവർ പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു യൂറോ വൺ ഓഫ് ദ ബെസ്റ്റ് ടൂർണമെൻറ്റ് പറയുന്നതിൻ്റെ ഒരുപാട് റീസൺസ് എന്ന് പറയുന്നത്. അതിൽ മറ്റൊരു ഫാക്ടർ പറയുന്നത് ഈ ഒരു യൂറോയിലെ ഗോളുകളുടെ എണ്ണത്തെ പറ്റിയാണ്. വളരെ കുറവായിരുന്നു ഈ ഒരു യൂറോയിൽ ഗോൾ സ്കോർ ചെയ്തതിൻ്റെ ഒരു റെക്കോർഡ് എന്ന് പറയുന്നത്. കൂടുതൽ ഗോളുകളും വന്നത് ഓൺ ഗോളായിട്ടും അതുപോലെ തന്നെ പെനാൽറ്റികളിൽ നിന്നൊക്കെയാണ് ഒരുപാട് ഗോളുകൾ ഈ ഒരു യൂറോയിൽ വന്നത്. ടോപ്പ് സ്കോറേഴ്സിൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ കോഡി ഗാക്പോ ഉണ്ട്, വിത്ത് കമ്പൈൻ ടു ഡാനി ഓൾമോ, ജമാൽ മുസിയാല, ഹാരി കെയ്ൻ, ലിക്വിറ്റാഡ്സ്, അതുപോലെ ഷ്വാർട്സ്. ഈ പ്ലേയേഴ്സൊക്കെയാണ് ടോപ്പ് സ്കോററിൻ്റെ ലിസ്റ്റിൽ വന്നിട്ടുള്ള പ്ലേയേഴ്സ്. ഇവർ കമ്പൈൻ ചെയ്ത് 3 ഗോളുകളാണ് ഈ ഒരു യൂറോയിൽ അടിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ ഒരു യൂറോയിലെ ഓൺ ഗോൾസിൻ്റെ റെക്കോർഡ് എടുത്ത് നോക്കിയാൽ 10 ഗോളുകളാണ് ഈ യൂറോ ഓൺ ഗോളുകൾ മാത്രമായിട്ട് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഓൺ ഗോളിന് പുറമെ പെനാൽറ്റികളാണെങ്കിലും വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരുപാട് പെനാൽറ്റി ഡിസിഷൻസും VAR ഡിസിഷൻസും ഒക്കെ നടന്ന ഒരു യൂറോ കൂടിയായിരുന്നു ഇത്. അപ്പോൾ മൊത്തത്തിൽ വളരെ കുറവ് ഗോളുകളും പെനാൽറ്റികളും ഓൺ ഗോളൊക്കെ ആയിട്ട് വളരെ ഡെവിസ്റ്റേറ്റിംഗ് ആയിട്ടുള്ളൊരു യൂറോ കോമ്പറ്റീഷൻ ആയിരുന്നു ഈ കഴിഞ്ഞ യൂറോ 2024. ഈ യൂറോയിലെ ഓൺ ഗോളിൽ വളരെ ക്രേസി ആയിട്ടുള്ളൊരു സ്റ്റാറ്റ് ഞാൻ പറയുന്നത് 10 ഓൺ ഗോളുകളാണ് ഈ ഒരു കോമ്പറ്റീഷനിൽ വന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ 15 യൂറോ കോമ്പറ്റീഷൻസ് ടൂർണമെൻറ്റ്സ് കമ്പൈൻ ചെയ്ത് അതിലേക്ക് ഓൺ ഗോളുകൾ കമ്പൈൻ ചെയ്ത് നോക്കിയാൽ പോലും ഈ ഒരു ഒറ്റ കോമ്പറ്റീഷനിൽ ഓൺ ഗോളിന് അത്രയും വരില്ല എന്നുള്ളതാണ്. അത്രയും ക്രേസി ആയിട്ടുള്ളൊരു ഓൺ ഗോൾ സ്റ്റാറ്റ്സ് പറഞ്ഞ ഒരു യൂറോ കൂടിയായിരുന്നു. അതിൽ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് ഫ്രാൻസിൻ്റെ പെർഫോമൻസ് ആണ്. ഈ യൂറോയിലേക്ക് അവർ വരുന്നതിന് ഏറ്റവും ബെസ്റ്റ് സ്കോഡായിട്ടാണ്. ഓരോ പൊസിഷനിലും 2 ബെസ്റ്റ് പ്ലേയേഴ്സിനെയൊക്കെ മുൻനിർത്തിയൊക്കെയാണ് അവർ ഈ ഒരു കോമ്പറ്റീഷനിലേക്ക് വരുന്നത്. പക്ഷേ ഈ ഒരു യൂറോയിലേക്ക് വന്നപ്പോൾ അവർ വളരെ രീതിയിൽ ഡിസപ്പോയിൻമെൻറ്റ് ചെയ്തിരുന്നു. പൊതുവെ നമുക്കറിയാം അവർ ഫേവറേറ്റ്സ് എന്ന് കരുതുന്ന ടൂർണമെൻറ്റുകളിലൊക്കെ അവർ ശരിക്കും പറഞ്ഞാൽ ഡിസപ്പോയിൻമെൻറ്റ് ചെയ്യാറ്. ഇപ്പോൾ 2020 യൂറോയിൽ അവർ ഫേവറേറ്റ്സ് ആയിട്ടാണ് വരുന്നത്. കാരണം വേൾഡ് കപ്പൊക്കെ അടിച്ച് ആ ഒരു വിധത്തിലേക്കാണ് അവർ വരുന്നത്. പക്ഷേ ആ ഒരു യൂറോയിൽ സ്വിറ്റ്സർലാൻഡ് അവരെ നോക്കൗട്ട് ചെയ്ത് കളയുന്നത് നമ്മൾ കണ്ടു. പിന്നെ 2022 വേൾഡ് കപ്പിലേക്ക് പോകുമ്പോൾ ആ ഒരു യൂറോൻ്റെ ഒരു റിസൾട്ട് കൊണ്ടായിരിക്കും പലവരും അത്രയും കൂടി ഫേവറേറ്റ്സ് ആയിട്ട് കരുതിയിരുന്നില്ല. പക്ഷേ ഒരുപാട് ഇഞ്ചുറീസും അതോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അവർ ഫൈനലിൽ വരെ എത്തിയില്ല. അവർ എത്തിച്ചുകൊണ്ട് നല്ലൊരു കോമ്പറ്റീഷൻ ആയിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം. പ്രത്യേകിച്ച് ഒരുപാട് പ്ലേയേഴ്സൊക്കെ ഇഞ്ചുറി ആയിട്ട് ഇരിക്കുകയായിരുന്നു. ഷാംസിനും ക്രെഡിറ്റ് കൊടുക്കണം, എംബാപ്പയ്ക്കും ക്രെഡിറ്റ് കൊടുക്കണം, ഗ്രീസ്മാൻ, അങ്ങനെ ഒരുപാട് ഇൻഡിവിജ്വൽ ബ്രില്യൻസ് കൊണ്ടും ഒരു ടീം വർക്ക് കൊണ്ടൊക്കെ തന്നെ അവർ ഫൈനലിൽ വരെ എത്തി. ആ ഒരു പെർഫോമൻസ് കൊണ്ടായിരിക്കും ഒരു പക്ഷേ ഈ ഒരു കോമ്പറ്റീഷനിലേക്ക് വന്നപ്പോൾ അവർ ഫേവറേറ്റ്സ് ആയിട്ടാണ് വന്നത്. പക്ഷേ ശരിക്കും വൺ ഓഫ് ദ വേഴ്സ്റ്റ് യൂറോ എന്ന് നമുക്ക് വേണമെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം സെമി ഫൈനൽ വരെ എടുത്തു നോക്കുകയാണെങ്കിൽ അവർ ആകെ 2 ഗോളുകൾ മാത്രമാണ് അടിച്ചത്. അത് 2ഉം ഓപ്പൺ പ്ലേയിൽ നിന്നല്ല എന്നുള്ളതാണ്. ഒരു ഗോൾ ഓൺ ഗോളിൽ നിന്നും ഒരു ഗോൾ പെനാൽറ്റിയിൽ നിന്നുമാണ് വന്നത്. സെമി ഫൈനലിലാണ് അവർ ആകെ ഓപ്പൺ പ്ലേയിൽ നിന്ന് ഒരു ഗോൾ അടിച്ചത്. അത് കൊളോ മുവാനിയാണ്. അപ്പോൾ കൊളോ മുവാനി മാത്രമാണ് ഈ ഒരു ഫ്രാൻസിൻ്റെ യൂറോ ക്യാമ്പയിനിൽ ആകെ ഗോൾ അടിച്ച ഒരു പ്ലെയർ എന്ന് പറയുന്നത്. ടീം സ്ട്രെങ്ത് കൊണ്ടും അതുപോലെ തന്നെ റീസെൻറ്റ് പെർഫോമൻസ് കൊണ്ടൊക്കെ തന്നെ മറ്റൊരു ഫേവറേറ്റ്സ് ആയിരുന്നു ഇംഗ്ലണ്ടും ഈ ഒരു കോമ്പറ്റീഷനിൽ ഏറ്റവും കൂടുതൽ വഴിയായിട്ടൊരു ടീമാണ്. അവരുടെ ഒരു ബോളിംഗ് ഫുട്ബോൾ കൊണ്ടും
പൊതുവെ അവർ കളിക്കുന്ന ഒരുപാട് ബാക്ക് പാസുകളൊക്കെ അവർ ഈ ഒരു ടൂർണമെൻറ്റിൽ കളിച്ചിരുന്നു. അതുപോലെ തന്നെ പ്ലെയേഴ്സൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പ്ലെയേഴ്സ് ഒന്നും തന്നെ ഡെലിവറി ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഫിൽ ഫോർഡിൽ നിന്നും അതുപോലെ തന്നെ ബുക്കായോ സാക്ക, ഹാരി കെയ്ൻ ഇവരിന്നൊക്കെ നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്ന ഒരു ടൂർണമെൻറ്റാണ്. അപ്പോൾ അത് അവരാരും തന്നെ ഈ ഒരു ടൂർണമെൻറ്റിൽ ഡെലിവറി ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെ ഇംഗ്ലണ്ടിനും ഒരു പൊതുവെ ഒരു മോശം ടൂർണമെൻ്റ് ആയിരുന്നു. ഈവൻ ദോ ഒരു ഫൈനൽ വരെ എത്തി എന്ന് പറയുമ്പോഴും ശരിക്കും ഒരു ഫൈനൽ ഡിസർവിങ് ആണോ എന്നുള്ളൊരു ചോദ്യം പോലും പലവരും ചോദിക്കേക്കാം. അപ്പോൾ അതിൽ നമുക്ക് പല അഭിപ്രായങ്ങൾ പറയാം. കാരണം അവരുടെ ടാക്ടിക്സ് കുറേയൊക്കെ അവർ വിജയിച്ചിരുന്നു. ഇപ്പോൾ നമ്മൾ ഗാരത്ത് സൗത്ത്ഗേറ്റിനെ എന്തൊക്കെ പറഞ്ഞാൽ കൂടി പുള്ളിയുടെ ഒരു ഡിഫൻസീവ് ടാക്ടിക്സ് കൊണ്ട് പുള്ളി പല ടീമുകളെയും തോൽപ്പിക്കാനും ഇൻഡിവിജ്വൽ ബ്രില്യൻസ് അതിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ജൂഡ് ബെല്ലിംഗാം, അർണോൾഡ് പോലത്തെ പ്ലേയേഴ്സിൻ്റെ ചില ഇൻഡിവിജ്വൽ മൂവ്മെൻറ്റ്സും ഗോളുകളൊക്കെ അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും അവരുടെ ചില ഡിസിഷൻസും ഡിഫൻസീവ് ടാക്ടിക്സ് അപ്രോച്ചൊക്കെ കൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു ടൂർണമെൻറ്റിലും അതുപോലെ തന്നെ കഴിഞ്ഞ ടൂർണമെൻറ്റിലും പ്രോഗ്രസ് ചെയ്യാൻ സാധിച്ചിരുന്നു. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ അവർക്ക് ആ ഒരു ലാസ്റ്റ് കടമ്പ കടക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ നമ്മൾ പറയുമ്പോൾ തീർച്ചയായും ഈ ഒരു യൂറോയും കഴിഞ്ഞ യൂറോയും ഒക്കെ തന്നെ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു. കൂടുതൽ പഴി കേട്ടൊരു ടൂർണമെൻറ്റ്സ് ആയിരുന്നു എന്ന് നമുക്ക് പറയാം. ഈ ഒരു യൂറോ വൺ ഓഫ് ദ വേസ്റ്റ് ടൂർണമെൻ്റാണെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇതിന് മുമ്പുള്ള കോമ്പറ്റീഷൻസിനെയൊക്കെ പറ്റി സംസാരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ ഒരു കോമ്പറ്റീഷൻ എങ്ങനെയാണ് കോമ്പറ്റീറ്റീവ് വൈസ് അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് വൈസ് എങ്ങനെയായിരുന്നു എന്നൊക്കെ നമുക്ക് സംസാരിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതിന് നമുക്ക് ഇറ്റാലിയൻ 90യെ പറ്റി സംസാരിക്കാം. അപ്പോൾ ഇറ്റാലിയൻ 90 എന്ന് പറയുന്നത് 1990 ഇറ്റലിയിൽ നടന്ന വേൾഡ് കപ്പിനെയാണ് ഇറ്റാലിയൻ 90 എന്ന് മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കോമ്പറ്റീഷനും ഈ ഒരു കഴിഞ്ഞ യൂറോയും തമ്മിൽ കുറേയൊക്കെ സിമിലാരിറ്റീസ് ഉണ്ട്. കാരണം വളരെ ഡിഫെൻസീവായിട്ടാണ് ആ ഒരു കോമ്പറ്റീഷൻ ഉടനീളം ഉണ്ടായിരുന്നത്. വളരെ ടാർഗറ്റഡ് ഫുട്ബോൾ അല്ലെങ്കിൽ വളരെ ഡിഫെൻസീവായിട്ടായിരുന്നു പല ടീമുകളും ആ ഒരു കോമ്പറ്റീഷൻസ് അപ്രോച്ച് ചെയ്തത്. കുറേയൊക്കെ സിമിലാരിറ്റീസ് ഈ ഒരു യൂറോ ആയിട്ട് ഉണ്ട്. പക്ഷേ എന്താണ് വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വേൾഡ് കപ്പിലേക്ക് ഫുൾ മാച്ചസുകളൊക്കെ നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും നമുക്ക് തോന്നും. കമ്പയർ ടു ദിസ് യൂറോ കുറച്ചുകൂടി എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഫീൽ ചെയ്യും. കാരണം കുറച്ചുകൂടി അഗ്രസീവായിട്ടും അല്ലെങ്കിൽ കുറച്ചുകൂടി ടാർഗറ്റഡ് ഫുട്ബോളാണ് ആ ഒരു വേൾഡ് കപ്പിലുടനീളം നമ്മൾ കാണുന്നത്. ഇവൻ ഗോൾസൊക്കെ ഈ ഒരു യൂറോ പോലെ തന്നെ വളരെ കുറവാണ്. ഓൾ ടൈം ലോ ഗോൾ പെർ ആവറേജ് ഗെയിം സ്റ്റാറ്റ്സ് ഉള്ളത് ആ ഒരു വേൾഡ് കപ്പിനാണ്. അതായത് 2.1 ഗോൾസ് പെർ ഗെയിം എന്നുള്ളൊരു റെക്കോർഡാണ് ആ ഒരു വേൾഡ് കപ്പിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഓൾ ടൈം ലോ സ്റ്റാറ്റാണ്. അതുപോലെ തന്നെ ഫൈനലിസ്റ്റായ അർജന്റീന ആ ഒരു കോമ്പറ്റീഷനിൽ വെറും 5 ഗോളുകൾ മാത്രമാണ് സ്കോർ ചെയ്തത്. അപ്പോൾ അതൊരു ഓൾ ടൈം ലോ, ഒരു ഫൈനലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഓൾ ടൈം ലോ ഗോൾ സ്കോറിങ് സ്റ്റാറ്റാണ്. അതുപോലെ തന്നെ ഇംഗ്ലണ്ട് ആണെങ്കിലും 3 ഗ്രൂപ്പ് ഗെയിമിൽ നിന്ന് അവർ വെറും 2 ഗോളുകൾ മാത്രമാണ് സ്കോർ ചെയ്തത്. പക്ഷേ എന്താണ് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സൂപ്പർ സ്റ്റാറുകളൊക്കെ ആ ഒരു കോമ്പറ്റീഷനിൽ നിന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇംഗ്ലണ്ടിലേക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഗാസ്കോയിനെ ആ ഒരു ടൂർണമെൻറ്റിലാണ് തെളിഞ്ഞത്, നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ മാനേജേഴ്സിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ബോബി റോബ്സണൊക്കെ അടങ്ങുന്ന ഒരുപാട് നല്ല നല്ല മാനേജേഴ്സ് ആ ഒരു കോമ്പറ്റീഷനിൽ ഉണ്ടായിരുന്നു. ഞാൻ ലൈവ് മാച്ചസ് എടുത്തു പറയാൻ കാരണം ഈ ഒരു യൂറോയിൽ പലവർക്കും വളരെ ബോറിംഗ് ആയിട്ട് തോന്നി. കാരണം ലൈവായിട്ട് കണ്ടപ്പോൾ പലവർക്കും ബോറിംഗ് ആയിട്ട് തോന്നിയിരുന്നു മത്സരങ്ങളൊക്കെ തന്നെ. പക്ഷെ അങ്ങനത്തെ ഒരു പ്രശ്നം ഇപ്പോൾ കമ്പാരിറ്റീവ്ലി ഗോൾസ് പെർ റേഷ്യോ ഒക്കെ വളരെ കുറവാണ് ഇറ്റാലിയൻ 90 ആണെങ്കിലും. പക്ഷേ എന്നാലും നമ്മൾ ലൈവ് മാച്ചസ് അല്ലെങ്കിൽ ആ ഒരു ഫുൾ മാച്ചസ് ഒക്കെ നമ്മൾ എടുത്തു നോക്കിയാൽ കുറച്ചുകൂടി എൻ്റർടൈൻമെൻ്റ് ആണ്. ഈവൻ ദോ ഡിഫൻസീവ് ടാക്ടിക്സ് ആണ് അല്ലെങ്കിൽ ടാർഗറ്റഡ് ഫുട്ബോളൊക്കെ ആണെങ്കിൽ പോലും കുറച്ചുകൂടി എൻ്റർടൈൻമെൻറ്റും കോമ്പറ്റീറ്റീവ്നെസ് ഒക്കെ നമുക്ക് ഫുൾ മാച്ചൊക്കെ ഇരുന്ന് കാണുമ്പോൾ തോന്നും. പക്ഷെ അത് ഈ യൂറോയിൽ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈവൻ നമ്മളെല്ലാവരും കുറേ മത്സരങ്ങളൊക്കെ ഫുൾ 90 മിനിറ്റ്സ് അല്ലെങ്കിൽ 120 മിനിറ്റ്സ് ഒക്കെ ഇരുന്ന് കണ്ടതാണ്. പക്ഷെ പലവർക്കും എങ്ങനെയും കളി തീർന്നാൽ മതി എന്നുള്ള രീതിയിലാണ്. അത് മിക്ക ടീമുകളുടെയും കളി അങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ 1990 ബാക്ക് പാസ് റൂൾ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ ഒരു വേൾഡ് കപ്പിലാണ്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി എല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൺ ഓഫ് ദ വേസ്റ്റ് കോമ്പറ്റീഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നൊരു വേൾഡ് കപ്പാണ് 1990 ഇറ്റാലിയ വേൾഡ് കപ്പ്. അതിൽ പല കാരണങ്ങളും ഞാൻ മെൻഷൻ ചെയ്തു. ഗോൾസ് പെർ ആവറേജ് റേഷ്യോ, അതുപോലെ തന്നെ ഇപ്പോൾ ബാക്ക് പാസ് റൂൾ ഇൻട്രൊഡക്ഷനൊക്കെ അതിനൊരു പ്രധാനപ്പെട്ടൊരു കാരണമാണ്. പക്ഷേ കമ്പാരിറ്റീവ്ലി ഫുൾ മാച്ച് കാണുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുന്നു. ഇറ്റാലിയൻ 90 പോലെ സിമിലാരിറ്റി ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നു യൂറോ 96 ഉണ്ടായിരുന്നത്. വളരെ ഡിഫെൻസീവും അല്ലെങ്കിൽ ടിഡിയസ് ആയിട്ടുള്ള ഒരു ഫുട്ബോളൊക്കെ തന്നെയായിരുന്നു. എസ്പെഷ്യലി നോക്കൗട്ടിലൊക്കെ വളരെ ബോറിംഗ് മത്സരങ്ങളായിരുന്നു കൂടുതലും. നമ്മളിപ്പോൾ ഹൈലൈറ്റ്സ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് ശരിക്കും മനസ്സിലാവും. അതായത് 9 ഗോളുകളാണ് നോക്കൗട്ട് ഗെയിമുകളിൽ 9 ഗോളുകളാണ് 7 മത്സരത്തിൽ നിന്ന് പിറന്നത് എന്നുള്ളതാണ്. അതിൽ 4 ഗോളുകളും പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ നിന്ന് വന്ന ഗോളുകളാണ്. പക്ഷേ ഞാൻ നേരത്തെ ഇറ്റാലിയൻ 90 കേസ് പറഞ്ഞ പോലെ തന്നെ കുറച്ചുകൂടി ത്രില്ലിംഗ് ആണ്. ഫുൾ ഗെയിം മാച്ചസ് ഒക്കെ നമ്മളെടുത്ത് നോക്കിയാൽ കുറച്ചുകൂടി ത്രില്ലിംഗ് ആണ് കമ്പയർ ടു ഇപ്പോഴത്തെ യൂറോ 2024 എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബിഗ് പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. ഒരുപാട് നല്ല മാനേജേഴ്സൊക്കെ ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്നു. അപ്പോൾ പ്ലേയേഴ്സിൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഗാസ്കോയിനി, മെക്മനമൊക്കെ പോലെ ഒരുപാട് നല്ല പ്ലേയേഴ്സ് ആ ഒരു
ഒരു ടൈമിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കളിയുടെ റിതം മാറ്റാൻ കഴിവുള്ള പ്ലേയേഴ്സാണ്. അതിൽ നമുക്ക് ശരിക്കും സൂപ്പർ സ്റ്റാർ എന്നൊക്കെ മെൻഷൻ ചെയ്യാൻ പറ്റുന്ന പ്ലേയേഴ്സാണ്. അതായത് ടാറ്റിക്സിലി ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളൊരു പ്ലേയേഴ്സ് അല്ല. ഈവൻ വളരെ ടഫായിട്ടുള്ള ഗെയിമുകളിലാണെങ്കിൽ പോലും ഒരു തരത്തിലും നമുക്ക് ലോ ബ്ലോക്ക് ഒന്നും ബീറ്റ് ചെയ്യാൻ പറ്റാത്ത മത്സരങ്ങളിലാണ് പോലും അവരുടെ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് കൊണ്ട് അവർക്ക് കളി മാറ്റാൻ കഴിയും. അങ്ങനത്തെ ഒരുപാട് പ്ലേയേഴ്സൊക്കെ ഈ ഒരു കോമ്പറ്റീഷനിലൊക്കെ ഉണ്ടായിരുന്നു. അതാണ് ഫുൾ ഗെയിമിൽ നമ്മൾ കാണുന്ന വ്യത്യാസം. ഈവൻ എല്ലാ മത്സരങ്ങളിലും ഇവർക്ക് ആ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസ് കാണിക്കാൻ പറ്റില്ലെങ്കിൽ പോലും ചില മത്സരങ്ങളിലൊക്കെ അവർക്ക് അവരുടെ ദിവസമാണെങ്കിൽ അവർക്ക് ആ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസ് പുറത്തെടുക്കാൻ പറ്റുമെന്നാണ്. പക്ഷേ നൗ ഡേയ്സ് വളരെ കുറഞ്ഞു തുടങ്ങി. ഇവൻ അവരുടെ ദിവസമാണെങ്കിൽ പോലും അവർ ടാക്റ്റിക്കലി വളരെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് പ്ലേയേഴ്സ് മാറുന്നു എന്നുള്ളത്. മറ്റെടുത്ത് പറയേണ്ട ബ്രസീലിൽ നടന്ന 2014 ഫിഫ വേൾഡ് കപ്പിനെ പറ്റിയാണ്. ആ ഒരു വേൾഡ് കപ്പും വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു വേൾഡ് കപ്പായിരുന്നു. കാരണം കറന്റ് ചാമ്പ്യനായിട്ടുള്ള സ്പെയിനിനെ 4-1 നെതർലാൻഡ്സ് തോൽപ്പിക്കുന്നു. പിന്നെ അവരുടെ സെമി ഫൈനൽ റണ്ണും അതുപോലെ തന്നെ 7-1 ജർമ്മനി വിധേയരായിട്ടുള്ള ബ്രസീലിനെ തോൽപ്പിക്കുന്ന ഒരു കാഴ്ച, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ വളരെ സർപ്രൈസിംഗ് ആയിട്ട് പലർക്കും തോന്നുന്ന കുറേ കാര്യങ്ങളാണ്. ഒരുപാട് സർപ്രൈസ് എലമെന്റ്സ് ഉണ്ടായ ടൂർണമെന്റ് ആയിരുന്നു 2014 വേൾഡ് കപ്പ്. അതുപോലെ തന്നെ കോസ്റ്ററിക്കയുടെ ആ ഒരു അണ്ടർഡോഗ് സ്റ്റോറി, അവരുടെ ഗ്രൂപ്പിൽ നമുക്കറിയാം ഇംഗ്ലണ്ടും ഇറ്റലിയൊക്കെ ഉണ്ടായിരുന്ന ഒരു ഗ്രൂപ്പാണ്. അവിടെ അവർ 1ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത് അടുത്ത റൗണ്ടിലേക്ക് പോകുന്നതും അതുപോലെ തന്നെ ഹാമസ് റോഡ്രിഗസ് കൊളംബിയനെ നയിച്ചുകൊണ്ട് ക്വാർട്ടർ ഫൈനൽ വരെ എത്തുന്നതും അങ്ങനെ ഒരുപാട് സർപ്രൈസ് എലമെന്റ്സ് ഒക്കെ സ്പെക്ടേറ്റേഴ്സിന് കൊടുത്ത ഒരു വേൾഡ് കപ്പ് കൂടിയായിരുന്നു. ഈ ഒരു കഴിഞ്ഞ യൂറോയായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ അങ്ങനത്തെ സർപ്രൈസ് എലമെന്റ്സ് എന്തോരം ആളുകൾക്ക് എടുത്തു പറയാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞ സിനാരിയോസ് പോലത്തെ ഒരു സിനാരിയോസ് ശരിക്കും പറഞ്ഞാൽ വളരെ കുറവാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ 96 യൂറോനെ പറ്റി പറഞ്ഞപ്പോഴേക്കും അടുത്തത് ഞാൻ 2014 വേൾഡ് കപ്പിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും ഹ്യൂജ് ഗ്യാപ്പ് നമുക്ക് മനസ്സിലാവും. 96 അതുപോലെ തന്നെ 90 കോമ്പറ്റീഷനിലൊക്കെ ഞാൻ പറഞ്ഞത് വളരെ ഡിഫെൻസീവും ടെഡീസുമായിട്ടുള്ളൊരു ഫുട്ബോളായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ 2014 വേൾഡ് കപ്പിലേക്ക് വന്നപ്പോൾ ആ ഒരു വ്യത്യാസം ശരിക്കും പറഞ്ഞാൽ മാറിയിരുന്നു. കുറച്ചുകൂടി ഫ്ലെയർ ഫുട്ബോൾ നമ്മൾ പ്ലേയേഴ്സിൽ നിന്ന് കാണാൻ തുടങ്ങി. ഒരുപാട് സൂപ്പർ സ്റ്റാറുകളൊക്കെ വന്നു തുടങ്ങിയ ഒരു ടൈം കൂടിയായിരുന്നു ആ ഒരു വേൾഡ് കപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ഒരുപാടുണ്ടായിരുന്ന ഒരു വേൾഡ് കപ്പ്. മാനേജേഴ്സ് ആണെങ്കിലും പ്ലേയേഴ്സിന് ആ ഒരു ഫ്രീഡം കൊടുക്കുന്ന ഒരു വേൾഡ് കപ്പ് കൂടിയായിരുന്നു. ഈവൻ എല്ലാ ടീമിലും ഇല്ലെങ്കിൽ പോലും മോസ്റ്റ് ഓഫ് ദ ടീമുകളിലും മാനേജേഴ്സ് ആ ഒരു ഫ്രീഡം പ്ലേയേഴ്സിന് കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഒരുപാട് മത്സരങ്ങളും ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ആയിട്ട് പ്ലേയേഴ്സിനൊക്കെ നമുക്ക് ഇപ്പോഴും എടുത്ത് പറയാൻ പറ്റും. ഇപ്പോൾ നമ്മളിനിപ്പോൾ 20 വർഷം കഴിഞ്ഞാലും 2014 വേൾഡ് കപ്പിൽ തിളങ്ങി നിന്ന പ്ലേയേഴ്സിനൊക്കെ നമുക്ക് വേണമെങ്കിൽ മെൻഷൻ ചെയ്യാൻ പറ്റും. 4-5 പ്ലേയേഴ്സിനെ നമുക്ക് വേണമെങ്കിൽ മെൻഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് വ്യത്യാസം. അപ്പോൾ അതാണ് ഒരു സർപ്രൈസ് എലമെൻസും അതുപോലെ തന്നെ ആ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസ് കൊണ്ടും എൻ്റർടൈൻമെൻറ്റ് കൊണ്ടൊക്കെ ശരിക്കും ആ ഒരു 96 യൂറോയിൽ നിന്നും 2014 വന്നപ്പോൾ വളരെ വ്യത്യാസം നമുക്ക് തോന്നുന്നു. അതുപോലെ തന്നെ ഒരു വളരെ ഗ്യാപ്പാണ് 2014 വേൾഡ് കപ്പിൽ നിന്ന് നമ്മളിപ്പോൾ 2022 വേൾഡ് കപ്പ്, അതായത് ഖത്തറിൽ നടന്ന ആ ഒരു കഴിഞ്ഞ വേൾഡ് കപ്പ് വരുമ്പോഴും വലിയൊരു ഗ്യാപ്പ് നമുക്ക് തോന്നുമെന്നുള്ളതാണ്. 2022 വേൾഡ് കപ്പിനെ പറ്റി പറയുമ്പോൾ 20 വർഷം കഴിഞ്ഞാൽ ഓർത്തിരിക്കാൻ പോകുന്ന ആ ഒരു ഫൈനലിനെ പറ്റി മാത്രമേ. പക്ഷേ ആ ഒരു ഫൈനൽ വരെ ശരിക്കും പറഞ്ഞാൽ അതും കുറച്ച് ഡിസപ്പോയിൻമെൻ്റ് ആയിട്ടുള്ളൊരു വേൾഡ് കപ്പ് ആയിരുന്നു. വൺ ഓഫ് ദ ബെസ്റ്റ് വേൾഡ് കപ്പ് എന്നൊക്കെ ആളുകൾ മെൻഷൻ ചെയ്യുന്ന പോലെ ഒന്നും ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഒരു ഓവർ റേറ്റഡ് വേൾഡ് കപ്പ് തന്നെയായിരുന്നു 2022 വേൾഡ് കപ്പ്. ആ ഒരു ഫൈനലിൽ ആ ഒരു ത്രില്ലിംഗ് കൊണ്ടാണ് പല കാര്യങ്ങളും ഹൈഡായി പോയത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഫൈനൽ വരെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അത്രയും സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ആ ഒരു വേൾഡ് കപ്പിൽ ഉണ്ടായിരുന്നില്ല. എൻ്റർടൈൻമെൻറ്റ് ഗെയിമുകളൊക്കെ വളരെ കുറവായിരുന്നു ആ ഒരു വേൾഡ് പോലും. പക്ഷെ എല്ലാവരും ആ ഒരു ഫൈനലിൽ ആ ഒരു ബ്രില്യൻസ് കൊണ്ടാണ്. ഇപ്പോൾ മൊറോക്കോ ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിച്ച് കളഞ്ഞിരുന്നു. പക്ഷെ ബാക്കി എല്ലാം കൊണ്ടും ഇത്ര ഡിസപ്പോയിൻമെൻ്റ് ആയിട്ട് തോന്നിയ ഒരു വേൾഡ് കപ്പ് ആയിരുന്നു 2022 ആണെങ്കിൽ പോലും ആ ഒരു ഫൈനൽ വരെ. ഇപ്പോൾ ഫൈനലിൽ നമുക്ക് വേറൊരു തരത്തിലുള്ളൊരു ഗെയിം ആയിരുന്നെങ്കിൽ ആളുകൾക്ക് ഇപ്പോൾ പറയുന്ന പോലെ വൺ ഓഫ് ദ ബെസ്റ്റ് കോമ്പറ്റീഷൻ, വൺ ഓഫ് ദ ബെസ്റ്റ് വേൾഡ് കപ്പ് എന്നുള്ളൊരു നിലപാടൊന്നും പലവർക്കും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ശരിയാണ്, വൺ ഓഫ് ദ ബെസ്റ്റ് ഫൈനൽസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ വൺ ഓഫ് ദ ബെസ്റ്റ് വേൾഡ് കപ്പ് എന്ന് നമുക്കൊരിക്കലും 2022 ഖത്തർ വേൾഡ് കപ്പിനെ നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. ഈവൻ ദ ഫൈനലിലാണെങ്കിൽ പോലും ആദ്യത്തെ 80 മിനിറ്റൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ടാക്റ്റിക്കലി അഡ്ജസ്റ്റഡ് ആയിട്ടുള്ളൊരു ഗെയിമായിരുന്നു. രണ്ട് മാനേജേഴ്സും വളരെ ടാക്റ്റിക്കലി ആയിരുന്നു അപ്രോച്ച് ചെയ്ത. പ്ലേയേഴ്സ് ആണെങ്കിൽ പോലും ഫസ്റ്റ് 80 മിനിറ്റ്സൊക്കെ വളരെ ടാക്റ്റിക്കലി അഡ്ജസ്റ്റഡ് ആയിട്ടുള്ളൊരു ഗെയിം പ്ലേ ആയിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ പിന്നീട് കളി മാറി ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ഒക്കെ ശരിക്കും എംബാപ്പെ പുറത്തെടുക്കാൻ തുടങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ 90 വേൾഡ് കപ്പിലേക്ക് നമ്മൾ ഫുൾ മാച്ച് എടുത്ത് കാണുമ്പോൾ ആ ഒരു പ്രസൻസാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇവൻ ദോ ബോളിംഗ് ഫുട്ബോളും ഡിഫൻസീവ് ടാക്ടിക്സ് ഒക്കെ ആണെങ്കിൽ പോലും ആ ഒരു പ്ലെയേഴ്സിൻ്റെ ഒരു ബ്രില്യൻസ് കൊണ്ട് അവരെ അത് കളി മൊത്തത്തിൽ എൻ്റർടൈൻമെൻറ്റ്. ഈവൻ ചിലപ്പോൾ 1 മിനിറ്റേക്കായിരിക്കും ആ ഒരു പ്ലെയേഴ്സ് എന്തെങ്കിലുമൊക്കെ കാണിച്ച് ഗോള് നേടുന്നത്. പക്ഷെ ആ ഒരു കളിയെ പറ്റി ആളുകൾ ഓർത്തിരിക്കുന്ന ഒരു പക്ഷേ ആ ഒരു 1 മിനിറ്റ് അതെ 2 മിനിറ്റ് അതൊക്കെ ആ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ആയിരിക്കും. അതുകൊണ്ടൊക്കെ കൂടി തന്നെയാണ് 2022 വേൾഡ് കപ്പ് ആളുകൾ ഓർത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ 20 വർഷം കഴിഞ്ഞാലും എംബാപ്പയുടെ ആ ഒരു പെർഫോമൻസ് ഒന്നും ആരും മറക്കാൻ പോകുന്നു.
പക്ഷേ 24 വന്നപ്പോൾ അങ്ങനത്തെ ഒന്നും തന്നെ നമുക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ്. ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസ് എന്ന് പറയാനായിട്ടോ അല്ലെങ്കിൽ നമുക്കിപ്പോൾ ജൂഡ് ബെല്ലിംഗാമിൻ്റെ ഒക്കെ ഗോൾ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അങ്ങനെ വളരെ കുറവാണ്, നമുക്ക് മെൻഷൻ ചെയ്യാനായിട്ട് വളരെ കുറഞ്ഞ സിനാരിയോസാണ് 24 യൂറോയിൽ ഉണ്ടായിരുന്നത് എന്നുള്ളത്. ഇനി എടുത്തു പറയേണ്ടത് സ്റ്റാർ പ്ലെയേഴ്സിൻ്റെ ഇൻവോൾവ്മെൻ്റ് ആണ്. ശരിക്കും പ്ലെയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഗെയിം ഇപ്പോൾ 80-85 മിനിറ്റ് ഒരു ബോറിങ് വളരെ ടിഡിയസ് ആയിട്ടുള്ളൊരു ഗെയിം ആണെങ്കിൽ പോലും ഒരു 5 മിനിറ്റിലെ ഒരു പ്ലെയറിൻ്റെ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് കൊണ്ടൊക്കെ നമുക്ക് ആ ഒരു ഗെയിം വൺ ഓഫ് ദ മോസ്റ്റ് മെമ്മറബിൾ ഗെയിംസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ മാറ്റിയെടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഇൻ്റർനാഷണൽ ഫുട്ബോളിലേക്ക് വരുമ്പോൾ പ്ലെയേഴ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം ടീം വർക്കാണ് ഫുട്ബോളിലെല്ലാം. ടീം വർക്ക് ഇല്ലെങ്കിൽ ഒന്നും തന്നെ നമുക്ക് നേടാൻ പറ്റില്ല, അതെല്ലാം ശരിയാണ്. പക്ഷേ പ്രത്യേകിച്ച് ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റിലേക്ക് വരുമ്പോൾ ഇൻഡിവിജ്വൽ ബ്രില്യൻസിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം 2 മാസം 1.5 മാസമൊക്കെ നീണ്ടു നിൽക്കുന്ന ടൂർണമെൻറ്റുകളാണ് പലതും. അതുമാത്രമല്ല പ്ലേയേഴ്സൊക്കെ ഇപ്പോൾ ക്ലബ് ഫുട്ബോളിലുള്ള പോലെ തന്നെ അത്രയും കണക്ഷനൊന്നും ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റിലേക്ക് വരുമ്പോൾ ഉണ്ടാവില്ല. ഒരു വല്ലപ്പോഴേക്കാണ് കളിക്കുന്നത്. കൂടുതലും നമുക്കറിയാം ഫുട്ബോളിൽ ക്ലബ് ഫുട്ബോളാണ് കൂടുതലും ഇമ്പോർട്ടൻസ് ഉള്ളത്. അപ്പോൾ ഇൻ്റർനാഷണൽ ഫുട്ബോളിലേക്ക് വരുമ്പോൾ അത്രയും ആ ഒരു ടീമിലാണെങ്കിൽ കെമിസ്ട്രി ഉണ്ടാവില്ല, അതുപോലെ തന്നെ ആ ഒരു ടുഗദർനെസ് ഉണ്ടാവില്ല. അപ്പോൾ പ്ലെയേഴ്സിൻ്റെ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റിലേക്കൊക്കെ വരുമ്പോൾ. വൺ ഓഫ് ദ മേജർ ഡിസപ്പോയിൻമെൻറ്റ്സ് ഇൻ 2024 യൂറോയിൽ സൂപ്പർ സ്റ്റാർസിൻ്റെ ലാക്കിംഗ് ആണ്. ഈ 2024 യൂറോയിലേക്ക് സൂപ്പർ സ്റ്റാർസൊക്കെ ആയിട്ട് വന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ക്രിസ്ത്യാനോ റൊണാൾഡോ നമുക്കറിയാം ആ ഒരു പാസ്റ്റ് കഴിഞ്ഞു. ഇപ്പോഴത്തെ ക്രിസ്ത്യാനോ റൊണാൾഡോ ആ ഒരു പണ്ടത്തെ അത്രയും എനർജറ്റിക്കോ അല്ലെങ്കിൽ അത്രയും കളിയിൽ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ഒക്കെ കൊണ്ടും മെൻറ്റാലിറ്റി കൊണ്ടൊന്നും കളി തിരിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു പ്ലെയർ ഒന്നുമല്ല. അതുമാത്രമല്ല റൊണാൾഡോൻ്റെ കരിയർ വൺ ഓഫ് ദ ഡിസപ്പോയിൻമെൻറ്റ് ടൂർണമെൻറ്റ് നമുക്ക് വേണമെങ്കിൽ ഇത് മെൻഷൻ ചെയ്യാൻ പറ്റും. പിന്നെ മറ്റൊരു സൂപ്പർ സ്റ്റാറായിട്ട് ഈ ഒരു കോമ്പറ്റീഷനിൽ വന്ന എംബാപ്പയാണ് ശരിക്കും റൊണാൾഡോയെ കണ്ട് കൂടുതൽ ഹൈപ്പിൽ ഈ ഒരു കോമ്പറ്റീഷനിൽ വന്ന എംബാപ്പയാണ്. നമുക്കറിയാം ഫ്രാൻസിൻ്റെ നേരത്തെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് എംബാപ്പയുടെയും കാര്യം. മൊത്തത്തിൽ ഓവറോൾ ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു. പിന്നെ ഹാരി കെയിനും ആ ഒരു ഇഞ്ചുറി പ്രശ്നമൊക്കെ ആയിട്ടാണ് ഹാരി കെയിനും ഈ ടൂർണമെൻറ്റിലേക്ക് വന്നത്. അതുപോലെ ലെവൻഡോവ്സ്കി ആണെങ്കിലും പോളണ്ടിന് വേണ്ടി ആദ്യത്തെ മത്സരം കളിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നെയാണെങ്കിലും 2 ഗ്രൂപ്പ് മത്സരങ്ങളിൽ നിന്നും പുള്ളിക്കും പ്രത്യേകിച്ചൊന്നും തന്നെ ചെയ്യാനും കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. പോളണ്ട് ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ ഔട്ടായി പോകുന്നത്. പിന്നെ ബുണ്ടസ്ലീഗ പ്ലെയർ ഓഫ് ദി ഇയർ ആയിട്ടുള്ള ഫ്ലോറിയൻ വിറ്റ്സ് വലിയ ഹൈപ്പോടുകൂടിയാണ് ഈ ഒരു കോമ്പറ്റീഷനിലേക്ക് വന്നത്. പുള്ളിക്കും പ്രത്യേകിച്ചൊന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പ്രീമിയർ ലീഗ് പ്ലെയർ ഓഫ് ദി ഇയർ ആയിട്ടുള്ള ഫിൽ ഫോഡൻ ആണെങ്കിൽ കൂടി സെമി ഫൈനലിന് മുമ്പ് ഫിൽ ഫോഡൻ വളരെ ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ മോഡ്രിച്ചിനാണെങ്കിലും ക്രൂസിനാണെങ്കിലും അവരുടെയൊക്കെ അവസാനത്തെ യൂറോ ആണ്. ആ ഒരു ഹാപ്പി എൻഡിങ് യൂറോയിൽ നമുക്ക് കിട്ടിയില്ല എന്നുള്ളതാണ്. അവരുടെ ടീമുകളാണെങ്കിലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെയൊന്നല്ല അവരും കളിച്ചത് എന്നുള്ളതാണ്. അതാണ് മൊത്തത്തിൽ ലാക്ക് ഓഫ് സൂപ്പർ സ്റ്റാർസും അതുപോലെ തന്നെ ആ സൂപ്പർ സ്റ്റാർസ് ഉണ്ടെങ്കിൽ തന്നെ അവരുടെയൊക്കെ ഒരു പെർഫോമൻസിലോയും അവരുടെ ടീമിൻ്റെ പെർഫോമൻസും അതുപോലെ തന്നെ ഒരു നമ്മളൊക്കെ പ്രതീക്ഷ പോലുള്ളൊരു എൻഡിങ്ങോ അല്ലെങ്കിൽ ഒരു സൂപ്പർ എൻഡിങ്ങോ സൂപ്പർ ക്ലൈമാക്സോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മൊത്തത്തിൽ ലാക്ക് ഓഫ് എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. നമ്മൾ ബാക്ക് ടു ഓരോ കോമ്പറ്റീഷൻസ് എടുത്ത് നോക്കിയാൽ വലിയ സൂപ്പർ സ്റ്റാർസിനെ നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റും. 1970 വേൾഡ് കപ്പിൽ പെലെ, 74 വേൾഡ് കപ്പിൽ ക്രൈഫ്, 78 വേൾഡ് കപ്പിൽ കെമ്പസ്, 82 വേൾഡ് കപ്പിൽ റോസി, 86 വേൾഡ് കപ്പിൽ മറഡോണ, 90 വേൾഡ് കപ്പിൽ സ്കലാക്കി, 94 വേൾഡ് കപ്പിൽ റൊമാരിയോയും രാജയും സ്റ്റോയ്ക്കും, 98 വേൾഡ് കപ്പിൽ നമ്മുടെ R9 അതുപോലെ തന്നെ സിദാനും. ഇപ്പോൾ യൂറോയുടെ ടോപ്പ് സ്കോറേഴ്സ് നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ യൂറോയിൽ ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ഷിക്ക് ആയിരുന്നു ടോപ്പ് സ്കോറർ. 12 യൂറോയിൽ റഷ്യയുടെ അലൻസെഗോവ് ആയിരുന്നു ടോപ്പ് സ്കോറർ. 2004 അതായത് ഗ്രീസൊക്കെ യൂറോ അടിച്ച ഒരു യൂറോയിൽ മിലാൻ ബാരോസ് ആയിരുന്നു ടോപ്പ് സ്കോറർ. അതുപോലെ തന്നെ 2000 യൂറോയിൽ സെർബിയയുടെ ആയിരുന്നു ടോപ്പ് സ്കോറർ. അപ്പോൾ ഈ ഒരു യൂറോയിലൊക്കെ ഒരുപാട് സൂപ്പർ സ്റ്റാർസ് ഒക്കെ ഉണ്ടായ യൂറോ ആയിരുന്നു. ഈ സൂപ്പർ സ്റ്റാർസിനെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് ടോപ്പ് സ്കോററായി മാറിയ ആളുകളാണ് നമ്മളിപ്പം വരെ മെൻഷൻ ചെയ്തത്. ഇനിയിപ്പോൾ ഈ ഒരു യൂറോയിലേക്ക് വരാണെങ്കിലും നമ്മൾ സൂപ്പർ സ്റ്റാറുകളായിട്ടുള്ള പ്ലേയേഴ്സൊന്നും അല്ല ടോപ്പ് സ്കോറർ. കെയ്ൻ ഉണ്ട്, ബാക്കി പ്ലേയേഴ്സ് എന്നൊക്കെ പറയുകയാണെങ്കിൽ കാഗ്ബോയും മുസിയാലയും ഒൽമോയും ഇവരും നമ്മുടെ സൂപ്പർ സ്റ്റാർ ലെവലിലേക്കൊന്നും ആയിട്ടില്ല. ഒരുപക്ഷെ ഫ്യൂച്ചറിലാവുമായിരിക്കും. പക്ഷേ ഇവരൊക്കെ നേടിയ ഗോളുകൾ എടുത്ത് നോക്കിയാൽ 3 ഗോളുകളാണ്. ടോപ്പ് സ്കോറായിട്ടുള്ള ഇവർ നേടിയ ഗോളിനെക്കാട്ടും കൂടുതൽ ഓൺ ഗോൾസ് ഈ ഒരു യൂറോയിൽ പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അത് ഒരു മേജർ ഡിസപ്പോയിൻമെൻ്റ് ആണ്. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് മാനേജേഴ്സ്. നമ്മൾ സ്റ്റാർ പ്ലേയേഴ്സിനെ പറ്റി മെൻഷൻ ചെയ്തു, പക്ഷേ മാനേജേഴ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റും ആ ഒരു കോമ്പറ്റീഷൻ അട്രാക്റ്റീവ്നെസ്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് പല മാനേജേഴ്സും ടോപ്പ് മാനേജേഴ്സൊക്കെ സീക്ക് ചെയ്യുന്ന അവർക്ക് താല്പര്യം കൂടുതലും ഇൻ്റർനാഷണൽ ഫുട്ബോളിനെക്കാട്ടും ക്ലബ് ഫുട്ബോളിനോടാണ്. അതിന് പല റീസൺസ് ഉണ്ട്. ഇപ്പോൾ ഫിനാൻഷ്യൽ റീസൺസ് ഉണ്ട്, അതുപോലെ തന്നെ പ്രസ്റ്റീജ് ഇഷ്യൂ. അവർ കുറച്ചും കൂടിയും ആ ഒരു ഫെയിമും അതുപോലെ തന്നെ കുറച്ചും കൂടി പോപ്പുലാരിറ്റിയും ക്ലബ് ഫുട്ബോളിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും കിട്ടും. അതുപോലെ തന്നെ പൈസയും കിട്ടും. അതുകൊണ്ട് തന്നെ പല മോഡേൺ ടോപ്പ് മാനേജേഴ്സും ഇന്നത്തെ കാലത്ത്
പ്രയോറിറ്റി കൊടുക്കുന്നത് ക്ലബ് ഫുട്ബോളിനാണ്. പക്ഷേ പണ്ട് കാലങ്ങളിലൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ യൂറോ 96 ഒക്കെ പറഞ്ഞിരുന്നു, 90 വേൾഡ് കപ്പൊക്കെ പറഞ്ഞിരുന്നു. ആ ഒരു വേൾഡ് കപ്പിലൊക്കെ തന്നെ ഈ ഒരു ഡിഫൻസീവും ബോർഡ് ഫുട്ബോളൊക്കെ ആണെങ്കിൽ പോലും തന്നെ അവർക്ക് സൂപ്പർ സ്റ്റാർസ് ഉണ്ടായിരുന്നു. ഫുൾ മാച്ച് കുറച്ചുകൂടി എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് നമ്മൾ ഒരുപാട് ഈ പറഞ്ഞ മെൻഷൻ ചെയ്ത സൂപ്പർ സ്റ്റാറിൽ നിന്നൊക്കെ നമ്മൾ കണ്ടിരുന്നു. അതോടൊപ്പം തന്നെ അവർക്ക് ടോപ്പ് മാനേജേഴ്സ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ യൂറോ 96 മാത്രം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു യൂറോയിലെ പല ടീമുകളുടെയും മാനേജേഴ്സ് ടോപ്പ് മാനേജേഴ്സ് ആയിരുന്നു എന്നുള്ളതാണ്. ഇംഗ്ലണ്ടിൻ്റെ മാനേജർ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ ടെറി വെനബിൾസ് ആയിരുന്നു. അതുപോലെ തന്നെ ഗൂസ് ഹിഡങ്ക് ആയിരുന്നു നെതർലാൻഡ്സിൻ്റെ മാനേജർ. എമി ഷാഗറ്റ് ആയിരുന്നു ഫ്രാൻസിൻ്റെ മാനേജർ. അതുപോലെ തന്നെ ബേർട്ടി വോഗറ്റ്സ് ആയിരുന്നു ജർമ്മനിയുടെ മാനേജർ. അതുപോലെ അരിഗോ സാക്കി, ഒരുപക്ഷെ എല്ലാവർക്കും അറിയാമായിരിക്കും, ഇറ്റലിയുടെ വൺ ഓഫ് ദ ഓൾ ടൈം മാനേജേഴ്സിൻ്റെ ലിസ്റ്റിൽ എടുത്ത് പോയി കഴിഞ്ഞാൽ ഉള്ളൊരു മാനേജറാണ് അരിഗോ സാക്കി ആയിരുന്നു ഇറ്റലിയുടെ ആ ഒരു ടൈമിലെ മാനേജർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാനേജേഴ്സൊക്കെ തന്നെ ആ ഒരു ടൈമിലാണെങ്കിൽ പോലും ഈസി ആയിട്ട് പല ടോപ്പ് ക്ലബ്ബുകളുടെയും മാനേജർ ആവാൻ കെൽപ്പുള്ള മാനേജേഴ്സ് ആയിരുന്നു എന്നുള്ളത്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ നിലവിലത്തെ യൂറോയിലെ മാനേജേഴ്സിൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ആ ഒരു മാനേജേഴ്സിനൊക്കെ തന്നെ എത്ര മാനേജേഴ്സിന് ഇന്ന് ടോപ്പ് ടീമുകളിൽ സ്ഥാനം കിട്ടുമെന്നുള്ളതാണ്. ഇപ്പോൾ റിയൽ മാഡ്രിഡിലോ ബയൺ മ്യൂണിക്കിലോ അതുപോലെ തന്നെ ലിവർപൂളിലോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലോ ഇങ്ങനത്തെ ടീമുകളിലൊക്കെ ആ ടോപ്പ് മാനേജേഴ്സ് എത്ര പേർക്ക് സ്ഥാനം കിട്ടും എന്നുള്ളതാണ് സംശയം. അതുമാത്രമല്ല എത്ര പേർക്ക് ഒരു ആവറേജ് ഫുട്ബോൾ സ്പെക്ടേറ്ററിന് എത്ര മാനേജേഴ്സിൻ്റെ പേര് ഈ ഒരു യൂറോ 2024 പറയാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിരലിലെണ്ണാവുന്ന പേര് മാത്രമാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം, ഇപ്പോൾ സ്പെയിനാണ് യൂറോ അടിച്ചത്. ഒരു സ്പെയിനിൻ്റെ മാനേജറിൻ്റെ പേര് എത്ര പേർക്ക് പറയാൻ പറ്റും? ഇപ്പോൾ സ്പെയിനിൻ്റെ പ്ലേയേഴ്സിൻ്റെ ഒരു 10-15 പേര് പറയാൻ പറ്റുമെങ്കിൽ ആ ഒരു മാനേജറിൻ്റെ പേര് ഒരു പക്ഷെ പലവർക്കും ഇപ്പോഴും അറിയില്ല എന്നുള്ളതാണ്. കാരണം അത്രയും കെയർ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ആ ഒരു വ്യത്യാസം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാറിയിട്ടുണ്ട്. ഇന്നത്തെ ഫുട്ബോളിലാണെങ്കിലും ആ ഒരു വ്യത്യാസം ശരിക്കും പറഞ്ഞാൽ മാറി. ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് തന്നെ കുറച്ചൊക്കെ റീസൺസ് നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലായിട്ടുണ്ടാകും. അതായത് യൂറോ 2024 വൺ ഓഫ് ദ വേസ്റ്റ് കോമ്പറ്റീഷൻസ് എന്ന് പറയുന്നതിൽ വളരെ മെയിൻ പോയിന്റ്സ് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ ഇനി ഞാൻ പറയാൻ പോകുന്നത് കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ടുള്ള റീസൺസ് ആണ്. അതൊരു പക്ഷേ ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ആയില്ലെങ്കിൽ ഇൻഡയറക്റ്റായിട്ട് ഒരു പക്ഷേ അതിനെ എഫക്റ്റ് ചെയ്യാനുള്ള കാരണങ്ങളുണ്ട്. ആ ഒരു റീസൺ ഞാൻ പറഞ്ഞ പോലെ വൺ ഓഫ് ദ വേസ്റ്റ് കോമ്പറ്റീഷൻസ് എന്ന് പറയുന്നതിൻ്റെ ആ ഒരു റീസൺ ഒരു പക്ഷേ ഇൻഡയറക്റ്റായിട്ട് എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള കുറച്ച് കാരണങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിലൊരു റീസണാണ് ടാക്റ്റിക്കൽ. പല ടീമുകളും ഈ ഒരു യൂറോയിൽ കുഞ്ഞു ടീമുകളാണെങ്കിൽ പോലും വളരെ ടാക്റ്റിക്കലായിട്ടാണ് പല ടീമുകളും അപ്രോച്ച് ചെയ്യുന്നത്. അവരുടെ മാനേജേഴ്സ് ആണെങ്കിലും വളരെ ടാക്റ്റിക്കലായിട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ അതൊരു വൺ ഓഫ് ദ റീസണായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ്. ഇപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ മാച്ച് ആണെങ്കിൽ പോലും അവർ സ്ലോവാക്കിയായിട്ടുള്ള മാച്ച് ഒരു പക്ഷേ എല്ലാവരും റിമെമ്പർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു മാച്ച് ഒരു പക്ഷേ ഒരു ഫാൻ ബോയ് ഇംഗ്ലണ്ട് ഫാൻ ആണെങ്കിൽ ഒരു പക്ഷേ ആ ഒരു മത്സരങ്ങൾ വളരെ ബോറിംഗ് ആയിട്ട് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ന്യൂട്രൽ ഫാൻസിന് ഒരു പക്ഷേ കുറച്ചുകൂടി ഇഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് ആ ഒരു മത്സരം. കാരണം വളരെ ടാക്റ്റിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു മത്സരമായിരുന്നു. ശരിയാണ്, ഇംഗ്ലണ്ട് കുറേയൊക്കെ ബാക്ക് പാസുകളൊക്കെ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് കുറേയൊക്കെ ടാക്റ്റിക്സിന് അനുയോജ്യമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. കാരണം സ്ലോവാക്കി അത്രയും സെറ്റപ്പായിട്ടാണ് ആ ഒരു മത്സരം ടാക്റ്റിക്കലി അവർ സെറ്റപ്പ് ചെയ്തത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ സ്ലോവേനിയ പോലത്തുള്ള ഇങ്ങനത്തെ ടീമുകളൊക്കെ തന്നെ ടാക്റ്റിക്കലി സെറ്റപ്പ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ടോപ്പ് ടീമുകളുടെയും ടോപ്പ് പ്ലെയേഴ്സിനും ടാക്റ്റിക്കലി അവർക്കും അവരുടെ ടീമിനൊപ്പം അഡാപ്റ്റ് ചെയ്യേണ്ടി വരുമെന്നുള്ളതാണ്. അവർക്കും ആ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് പുറത്തെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. കാരണം അവരുടെ ടീമും ടാക്റ്റിക്കലി പെർഫോം ചെയ്താൽ മാത്രമാണ്, അല്ലെങ്കിൽ ഓപ്പോസിഷൻ ടാക്റ്റിക്കലി സെറ്റപ്പ് ചെയ്യുന്നതിനെക്കാട്ടും ടാക്റ്റിക്കലി എങ്ങനെ അത് ബ്രേക്ക് ചെയ്യാം എന്നുള്ളതാണ് അവരും ചിന്തിക്കുന്നത്. എന്നാൽ മാത്രമാണ് അവർക്ക് ആ ഒരു ടീമിന് പ്രോഗ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് വൺ ഓഫ് ദ റീസണായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. സ്വിറ്റ്സർലാൻഡ് ഇറ്റലി മത്സരം ആരൊക്കെ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ ഒരു മത്സരം വളരെ ടാക്റ്റിക്കലി സ്വിറ്റ്സർലാൻഡ് സെറ്റപ്പ് ചെയ്ത് എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ അതാണ് ഇറ്റലി ഡിസ്ക്വാളിഫൈ ആവുന്ന വൺ ഓഫ് ദ റീസൺസ് ആണ്. കാരണം സ്വിറ്റ്സർലാൻഡിൻ്റെ ആ ഒരു ടാക്റ്റിക്കൽ സെറ്റപ്പ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അവരുടെ ആ ഒരു മിഡ് ബ്ലോക്ക് ചെയ്യുന്നതും അതുപോലെ തന്നെ പൊസിഷനിങ്ങും ആ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും അതൊക്കെ തന്നെ ഇറ്റാലിയൻ പ്ലേയേഴ്സിന് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വലി പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. കാരണം എല്ലാ തരത്തിലും അവർ ആ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ടാക്റ്റിക്കലി ആണെങ്കിലും അവർക്കൊന്നും തന്നെ വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കുഞ്ഞൻ ടീമുകളും അല്ലെങ്കിൽ കുഞ്ഞൻ ടീമുകളെന്നല്ല സ്വിറ്റ്സർലൻഡ് ഒന്നും കുഞ്ഞൻ ടീമുകളെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് എന്ന് പ്രതീക്ഷിക്കുന്ന നമുക്കൊന്നും ബിഗ് ടീമുകളൊക്കെ ഈസി ആയിട്ട് തോൽപ്പിക്കുമെന്ന് വിചാരിക്കുന്ന ടീമുകൾ പോലും വളരെ ടാക്റ്റിക്കലി സെറ്റപ്പ് ചെയ്താണ് ഓരോ മത്സരത്തിലും വരുന്നത്. ഇത് നമ്മൾ 2022 വേൾഡ് കപ്പിൽ നമ്മൾ കണ്ടൊരു കാര്യമാണ്. ഇപ്പോൾ മൊറോക്കോ ആണെങ്കിലും അതുപോലെ തന്നെ ക്രൊയേഷ്യ അങ്ങനത്തെ ടീമുകളൊക്കെ ടാക്റ്റിക്കലി സെറ്റപ്പ് ചെയ്യുന്നത് നമ്മൾ കണ്ടാണ്. ആ ഒരു ബ്രസീൽ ക്രൊയേഷ്യ ഗെയിമിലൊക്കെ വളരെ ടാക്റ്റിക്കലി വൺ ഓഫ് ദ ബെസ്റ്റ് ഗെയിംസ് എന്ന് നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഗെയിമാണ്.
മാത്രമല്ല ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാ ടീമുകളും മനസ്സിലാക്കിയാണ്. കാരണം ഡിഫൻസ് നിന്ന് കഴിഞ്ഞാൽ ട്രോഫി അടിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുപോലെ തന്നെ നല്ലൊരു ഡിഫൻസ് ഉണ്ടെങ്കിൽ ട്രോഫിക്കുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുപോലെ തന്നെ പ്രോഗ്രസ് ചെയ്യാനും അടുത്ത റൗണ്ടിലേക്കൊക്കെ പ്രോഗ്രസ് ചെയ്യാനൊക്കെ സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പല ടീമുകളും അവരുടെ ഡിഫൻസിന് നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, ഷേപ്പ് മെയിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്ലിനിക്കൽനെസ്, എപ്പോഴൊക്കെ കൗണ്ടർ അറ്റാക്ക് പോകുന്നു അപ്പോഴൊക്കെ ക്ലിനിക്കലാകുന്നു. പറയുമ്പോൾ മൈന്യൂട്ട് കാര്യങ്ങളാണെങ്കിൽ പോലും അതിനൊക്കെ നല്ല ഫോക്കസ് വേണം. 90 മിനിറ്റും അല്ലെങ്കിൽ 120 മിനിറ്റൊക്കെ അങ്ങനെ കളിക്കണമെങ്കിൽ നല്ല ഫോക്കസ് വേണം, ഹാർഡ് വർക്ക് വേണം. ഇപ്പോൾ ആവറേജ് പ്ലേയേഴ്സ് ആണെങ്കിൽ പോലും പ്രശ്നമല്ല, അവർക്ക് ആ ഒരു ഫോക്കസും ഹാർഡ് വർക്കും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ അടുത്ത റൗണ്ടിലേക്ക് ഈസി ആയിട്ട് അവരുടെ ടീമിനെ കൊണ്ടുപോകുന്നതേ ഉള്ളൂ. എല്ലാ ടീമുകളും ആ ഒരു സെറ്റപ്പിലേക്ക് മാറി എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു 32 ടീം യൂറോയിൽ എടുത്തു പോയി കഴിഞ്ഞാൽ യൂറോ അടിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ലാസ്റ്റ് ലിസ്റ്റിൽ നമുക്ക് വേണമെങ്കിൽ പറയാം ജോർജിയനൊക്കെ. ഇപ്പോൾ ജോർജിയ പോലും ടാക്റ്റിക്കലി അവർ സെറ്റപ്പ് ചെയ്യുന്ന രീതിയാണെങ്കിലും അവർ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് പോർച്ചുഗലിനെ തോൽപ്പിച്ചൊരു ഈ ഒരു യൂറോയിൽ നമുക്ക് റിമെമ്പർ ചെയ്യാൻ പറ്റുന്ന ഒരു ഗെയിം കൂടിയായിരുന്നു അത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഗെയിം അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇതൊക്കെ ഇവരെ കൊണ്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടാക്റ്റിക്കലി നല്ല രീതിയിൽ ഷിഫ്റ്റ് ആയിട്ടുണ്ട് മത്സരം. അപ്പോൾ അത് ഒരു പക്ഷേ ബോറിംഗ് ആയിട്ട് മാറുന്നുണ്ട്, ചില മത്സരങ്ങളിലൊക്കെ ബോറിംഗ് ആയിട്ട് മാറുന്നുണ്ട്, ചില മത്സരങ്ങളൊക്കെ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് മാറുന്നുണ്ട് എന്നുള്ളത്. കാരണം കുഞ്ഞൻ ടീമുകൾ ഓവറോൾ ബിഗ് ടീമുകളെ തോൽപ്പിക്കുകയാണെങ്കിൽ അത് ഒരു എൻ്റർടൈൻമെൻറ്റ് മാച്ചായിട്ട് ഒരു പക്ഷേ എല്ലാവർക്കും തോന്നുന്നത്. കാരണം സ്വിറ്റ്സർലാൻഡ് ഇറ്റലി ഗെയിം ഒരു പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടാതായിരുന്നു. ഓവറോൾ എവരി ഡിപ്പാർട്ട്മെൻറ്റ് സ്വിറ്റ്സർലാൻഡ് ഇറ്റലിനെ തോൽപ്പിച്ചു എന്നുള്ളതാണ്. പക്ഷെ അതുപോലെ എല്ലാ ഗെയിമുകളും അങ്ങനെ ആവുന്നില്ല. അപ്പോൾ രണ്ട് ടീമുകളും ടാക്റ്റിക്കലിയാണ് കളിക്കുന്നതെങ്കിൽ ഒരു പക്ഷേ നമുക്കത് അത്ര സെറ്റപ്പായിട്ട് തോന്നുന്നില്ല എന്നുള്ളതാണ് കുറച്ച് ബോറിംഗ് ആയിട്ട് ഒരു പക്ഷേ തോന്നും. പിന്നെ മറ്റൊരു റീസൺ പ്രഡിക്റ്റബിലിറ്റിയാണ് കളിയുടെ. ഇപ്പോൾ ഞാൻ 10 വർഷത്തിന് കൂടുതൽ ആയി ഇപ്പോൾ ഫുട്ബോൾ കാണാൻ തുടങ്ങിയിട്ട്. എനിക്ക് ഇപ്പോൾ ഒരു പക്ഷേ ഒരു പ്ലെയറിന് മൂവ്മെൻറ്റ് കാണുമ്പോഴോ അല്ലെങ്കിൽ ആ ഒരു പ്ലെയർ കട്ട് ഇൻസൈഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മിഡ്ഫീൽഡർ സ്പേസ് ഉണ്ടാക്കി പാസ് കൊടുക്കുന്നു ഫോർവേഡിന്, അല്ലെങ്കിൽ ഒരു കൗണ്ടർ അറ്റാക്ക് പോകുന്നു, അല്ലെങ്കിൽ ഒരു ടീം പെനട്രേറ്റ് ചെയ്ത് വിങ്ങി കൂടി പ്ലേയേഴ്സ് റൺ ചെയ്യുന്നു. അപ്പം ഇങ്ങനത്തെയൊക്കെ ചില സിറ്റുവേഷൻസ് ഒക്കെ കാണുമ്പോൾ എനിക്ക്, അല്ലെങ്കിൽ ഇത്രയും കാലങ്ങളൊക്കെ ഫുട്ബോൾ കാണുന്ന ഒരാൾ, കുറച്ചുകൂടി പ്രെഡിക്റ്റബിൾ ആയിട്ട്, അതായത് ഇപ്പോൾ ഗോൾ വരും എന്നുള്ളൊരു ഫീലിംഗ് ഒരു പക്ഷേ തോന്നായിരുന്നു. ഈ റോയിൽ എനിക്ക് ഒരുപാട് തവണ തോന്നിയൊരു കാഴ്ച കൂടിയാണ്. അപ്പോൾ കളി കുറച്ചുകൂടി പ്രെഡിക്റ്റബിൾ ആയിട്ടുണ്ട്. അതിപ്പോൾ എന്നെ പോലെ 10 വർഷത്തിൽ കൂടുതൽ കളി കാണണമെന്നില്ല. അപ്പോൾ ഇന്നത്തെ ഫുട്ബോൾ പ്രെഡിക്റ്റ് ചെയ്യണമെങ്കിൽ ഒരു 2-3 വർഷമോ അല്ലെങ്കിൽ 2 വർഷമൊക്കെ കളി തുടർച്ചയായിട്ട് ഫുട്ബോൾ ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് ഈസി ആയിട്ട് ഇന്നത്തെ ഒരു ഗോൾ വരുന്ന ഒരു മൂവ്മെൻറ്റ് ശരിക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഒരു ഗോൾ വരുന്നതിന് 1 മിനിറ്റ് മുമ്പ് തന്നെ ഇപ്പോൾ ഗോൾ വരും, അല്ലെങ്കിൽ 30 മിനിറ്റ് മുമ്പ് തന്നെ ഇപ്പോൾ ഒരു ഗോൾ വരുമെന്ന് ഒരു പക്ഷേ ഒരു 2 വർഷം മാത്രം ഫുട്ബോൾ ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പ്രെഡിക്റ്റബിലിറ്റി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കളിയിൽ കൂടിയിട്ടുണ്ട്. അത് ലാക്ക് ഓഫ് സൂപ്പർ സ്റ്റാർസിൻ്റെയും ലാക്ക് ഓഫ് ഇൻഡിവിജ്വൽ ബ്രില്യൻസിൻ്റെയും കൂടി ഒരു ഭാഗമാണ്. കാരണം പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ 10 വർഷം 8 വർഷം മുമ്പൊക്കെ കളി കാണുമ്പോൾ, ഇപ്പോൾ 2014 13 അപ്പോഴൊക്കെ കളി കാണുന്ന ഒരു സമയത്ത് അന്നൊക്കെ ഒരുപാട് സൂപ്പർ സ്റ്റാർസ് ഉണ്ടായിരുന്നു ഇൻഡിവിജ്വലി. ഇപ്പോൾ നെയ്മർ, മെസ്സി, ക്രിസ്ത്യാനോ, റിബറി, റോബൻ, ഇവരൊക്കെ എന്ത് ചെയ്യുമെന്ന് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളിപ്പോൾ 2-3-10 വർഷമായിട്ട് കളി കാണുന്നവരാണെങ്കിൽ പോലും ഇങ്ങനത്തെ പ്ലെയേഴ്സ് ഏത് ടൈമിൽ വേണമെങ്കിൽ കളി മാറ്റാൻ പറ്റും. ഇപ്പോൾ നിന്നിലായിട്ട് ഡ്രോ ആയിട്ട് കിടക്കുന്ന ഒരു മത്സരമാണെങ്കിൽ പോലും ഒരു മൈന്യൂട്ട് സെക്കൻഡിൽ ഇവർക്ക് കളി മാറ്റാൻ കഴിവ് ഉള്ള പ്ലെയേഴ്സാണ് ഇവരൊക്കെ. അപ്പോൾ അത് നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതെനിക്ക് ഈ ഒരു യൂറോയിൽ വന്നപ്പോൾ തോന്നി. കാരണം ലാക്ക് ഓഫ് സൂപ്പർ സ്റ്റാർസും അവരുടെ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ഇല്ലായ്മ കൊണ്ട് തന്നെ പ്രെഡിക്റ്റബിലിറ്റി അങ്ങേയറ്റമായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി മറ്റൊരു കുറച്ചുകൂടി മിത്തായിട്ടുള്ളൊരു ടോക്കാണ് ഞാൻ പറയുന്നത്, അതായത് പെപ്പിഫിക്കേഷൻ. ഇപ്പോൾ കുറേ ആളുകൾ, ഫുട്ബോൾ അനലിസ്റ്റുകളാണെങ്കിലും അങ്ങനത്തെ ഒരുപാട് ആളുകൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് പെപ്പിഫിക്കേഷൻ. അതായത് പെപ് ഗാർഡിയോള എങ്ങനെ ഫുട്ബോളിനെ മാറ്റി എന്നുള്ളതാണ്. ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് എല്ലാവരും ചർച്ച ചെയ്യുന്നത്, പ്രത്യേകിച്ച് ആ ഒരു 2022 വേൾഡ് കപ്പിനൊക്കെ ശേഷം ആളുകൾ നല്ല രീതിയിൽ ചർച്ച ചെയ്യുന്ന ഒരു സംഭവമാണ്. ശരിക്കും പെപ് ഗാർഡിയോള ഫുട്ബോളിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പോൾ എല്ലാ മാനേജേഴ്സും പെപ്പിനെ ഇമിറ്റേറ്റ് ചെയ്യാനാണ് നോക്കുന്നത്. ആ ഒരു ഫുട്ബോൾ കുറച്ചുകൂടി ഈസിയാണ്. ശരിയാണ്, ഒരു 1-2 സീസണിലേക്ക് ഒരു ഹാർഡ് വർക്ക് വേണ്ടി വരും. പക്ഷേ എന്നാൽ പോലും അത് അഡാപ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ലോങ് സീസണിലേക്ക് നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ചെയ്യുന്നൊരു സംഭവമാണ്. ഇപ്പോൾ മൊറീനോ എന്ന് പറയുന്നത് പുള്ളിക്കൊരു സെറ്റപ്പ് ഉണ്ട്. ആ ഒരു സെറ്റപ്പ് പെട്ടെന്ന് ടീമിൽ ഇമ്പാക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ്. അത് ഡിഫെൻസീവ് ആണെങ്കിലും പിന്നെ വർക്ക് റേറ്റും അതുപോലെ തന്നെ ഫോക്കസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് പുള്ളി ആ ഒരു ടീം സെറ്റപ്പ് ചെയ്യുന്നത്. പക്ഷെ അതിന് ഈ പറഞ്ഞ മാതിരി ഗെയിം ടു ഗെയിം അപ്രോച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു ലോങ് ടേം ആയിട്ട് നമുക്ക് ഒരിക്കലും യൂസ്ഫുൾ ആവുന്നൊരു സംഭവമല്ല. ഡിഫെൻസീവ് ടാക്ടിക്സ് ഒക്കെ നമുക്ക്, അല്ലെങ്കിൽ അങ്ങനെ ടീമിനെ സെറ്റപ്പ് ചെയ്യുന്നത് നമുക്കൊരു ലോങ് ടേം ആയിട്ട് യൂസ്ഫുൾ ആവുന്ന സംഭവം. അതുകൊണ്ട് തന്നെയാണ് നമുക്കിപ്പോൾ ഹോസെ മൊറീനോ ആണെങ്കിലും ഒരു ടീമിൽ തന്നെ കുറേ നാൾ സ്റ്റിക്ക് ചെയ്ത് നിൽക്കാൻ പുള്ളിക്ക് പറ്റില്ല. പുള്ളിക്ക് സാക്ക് കിട്ടുന്നതും ഒരു റീസൺ, ഒന്നാമത്തെ റീസൺ അതൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ
ഈ പെപ്പിഫിക്കേഷൻ അല്ലെങ്കിൽ പെപ്പ് ഗാർഡിയോള ഫുട്ബോൾ നമ്മളിപ്പോൾ പറയുന്ന പൊസിഷൻ ബേസ്ഡ് ഫുട്ബോൾ എന്നൊക്കെ പറഞ്ഞാൽ അത് ലോങ് ടേമിൽ നല്ല രീതിയിൽ സക്സസ് കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. 1-2 സീസണിൻ്റെ ഒക്കെ ഒരു ടീമിലേക്ക് ആ ഒരു സെറ്റപ്പ് ബിൽഡ് ചെയ്തെടുക്കാൻ, അങ്ങനത്തെ ഒരു പൊസിഷൻ ബേസ്ഡ് ഫുട്ബോൾ കളിക്കാനായിട്ട് പ്ലേയേഴ്സിനെയൊക്കെ നമ്മൾ മേടിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുക്കുമെങ്കിലും ആ ഒരു കെമിസ്ട്രി വർക്കൗട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചിന്തിക്കേ വേണ്ട. അപ്പോൾ അതാണ് ഇപ്പോൾ പെപ്പ് ഗാർഡിയോള ചെയ്യുന്നത്. ഇപ്പോൾ പെപ്പ് ഗാർഡിയോള ശരിയാണ്, പുള്ളി എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ ഫുട്ബോളിലേക്ക് ഇൻവെൻറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. പുള്ളിയാണെങ്കിലും ശ്രമിക്കുന്നുണ്ട് ആ സിറ്റി ടീമിലേക്ക് എന്തെങ്കിലുമൊക്കെ പുതിയത് എപ്പോഴും കൊണ്ടുവരാനായിട്ട്. പക്ഷെ എന്നാലും പുള്ളി ആ ഒരു പണ്ട് സെറ്റപ്പ് പൊസിഷൻ ബേസ്ഡ് ഫുട്ബോൾ പുള്ളി സിറ്റി വന്ന ടൈമിൽ സെറ്റപ്പ് ചെയ്തത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും സിറ്റി ഒരു 80-90% സിറ്റി അങ്ങനെ തന്നെയാണ് കളിക്കുന്നത്. ബാക്കി ചേഞ്ചസുകൾ പുള്ളി സീസൺ വന്ന ടീമിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് പുള്ളി മാറ്റിയ കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പോൾ ഡിഫൻസീവിലൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ പുള്ളി വരുത്തിയത്. പക്ഷേ ലോങ് ടേമിൽ ഈ പറഞ്ഞ മാതിരി സക്സസ് കൊണ്ടുവരുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെയാണ് പല മാനേജേഴ്സും ഇന്നത്തെ കാലത്ത് അത് ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കുന്നത്. ലെസ് വർക്കാണ് ലോങ് ടേം സക്സസ് ആണ്. ലെസ് വർക്ക് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അതിന് ഒരു ഐഡിയലായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഗാർഡിയോള മുമ്പിൽ നിർത്തി നമുക്ക് പറയാം. പല ടീമുകൾ ഇപ്പോൾ ബയൺ മ്യൂണിക്ക് വിൻസിങ് കമ്പനീനെ അപ്പോയിൻറ്റ് ചെയ്ത് നമുക്ക് എല്ലാവർക്കും പറയാം. അപ്പോൾ അത് ഇതിൻ്റെ ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ ഫുട്ബോൾ പോകുന്നതെന്ന് കാണിക്കുന്നതിൻ്റെ ഒരു രീതിയാണ്. ബയൺ മ്യൂണിക്ക് കമ്പനി എക്സ്ട്രീംലി ഒരു സൂപ്പർ ക്ലബ്ബാണ്. അങ്ങനത്തെ ഒരു ക്ലബ്ബ് ഇങ്ങനത്തെ ഒരു നീക്കം നടത്തുമെന്ന് പലരും വിചാരിക്കുന്നില്ല. അപ്പം ബയൺ മ്യൂണിക്ക് വരെ ഇതിൻ്റെ പുറകെയാണ് പോകുന്നത്. പെപ്പ് ഗാർഡിയോള ഫുട്ബോളാണ് ഉറക്കും വേണമെങ്കിൽ പല ക്ലബ്ബുകളും പല ടോപ്പിലിരിക്കുന്നവരും ആ ഒരു രീതിയിലേക്ക് ചിന്ത മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന മാനേജേഴ്സ് ആണെങ്കിൽ, ഇപ്പോൾ നിലവിലുള്ള പല മാനേജേഴ്സ് ആണെങ്കിൽ പോലും ആ ഒരു രീതിയിലേക്കാണ് ഫുട്ബോളിൽ അവർ അപ്രോച്ച് ചെയ്യുന്നത്. ആ ഒരു പൊസിഷൻ ബേസ്ഡ് വളരെ ടാക്റ്റിക്കലി സെറ്റപ്പ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്ലേയേഴ്സിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും ഇതിൻ്റെ ഒരു ആൻറ്റി ഫുട്ബോളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം. പൊസിഷൻ ഫുട്ബോൾ ശരിയാണ്, കുറേ കഴിക്കാൻ നമുക്ക് ബോറടിക്കും. പക്ഷെ അവരുടെ ഫാൻസിന് അത് എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും, കാരണം എപ്പോഴും അവരുടെ കയ്യിൽ തന്നെ പന്തുണ്ടാകും എന്നുള്ളതാണ്. പക്ഷെ ഒരു ന്യൂട്രലിനെ സംബന്ധിച്ചാണ് പൊസിഷൻ ബേസ്ഡ് ഫുട്ബോൾ ബോറിംഗ് ആയിരിക്കും. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേയേഴ്സിനെ കൺട്രോളും ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുട്ബോളിനെ കില്ല് ചെയ്യുന്നതിൻ്റെ മറ്റൊരു റീസൺ കൂടിയായിട്ട് നമുക്ക് പറയാം. കാരണം ഇപ്പോൾ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഗ്രീലിഷിൻ്റെ കേസ്. ഇപ്പോൾ ജാക്ക് ഗ്രീലിഷ് അസ്റ്റൺ വില്ലയിൽ എങ്ങനെയാണ് കളിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോൾ സിറ്റിയിൽ വരുമ്പോൾ പുള്ളി എങ്ങനെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അസ്റ്റൺ വില്ലയിൽ വളരെ ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ള ഫുട്ബോളാണ് പുള്ളി കളിച്ചുകൊണ്ടിരുന്നത്. കട്ട് ഇൻസൈഡ് ചെയ്ത് ഗോൾ അടിക്കുന്നു, ഡ്രിബിൾ ചെയ്യുന്നു. കുറച്ചുകൂടി അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു പ്ലെയർ ആയിരുന്നു ജാക്ക് ഗ്രീലിഷ്. പുള്ളി 2 ഫുട്ട് നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന ഒരു പ്ലെയർ ആയിരുന്നു അസ്റ്റൺ വില്ലയിൽ വന്നപ്പോൾ. പക്ഷേ സിറ്റിയിൽ വന്നപ്പോൾ കുറച്ചുകൂടി എന്താ പറയുക, പുള്ളിയുടെ ചെങ്കലക്ക് ഇട്ട പോലെയാണ് പുള്ളി കളിക്കുന്നത്. വിങ്ങിൽ പോകുന്നു, ആർക്കെങ്കിലും പാസ് കൊടുക്കുന്നു, അത് അവോയ്ഡ് ചെയ്യുന്നു. ആ സിറ്റുവേഷൻ പുള്ളി ടൈം ഡിലേ ചെയ്യുന്നു, അതിലിങ്ങനെ വിങ്ങിലേക്ക് കളി കൊണ്ടുപോയി സമയം കളയും. അങ്ങനത്തെ കുറച്ച് ടാക്റ്റിക്കലായിട്ടുള്ള പല കാര്യങ്ങളും, ടൈം വേസ്റ്റിങ്ങും അതുപോലെ തന്നെ പാസ് കൊടുത്ത് ഒഴിവാക്കുന്ന കാര്യങ്ങളും ബാക്ക് പാസുകളും, അങ്ങനത്തെ ടൈം വേസ്റ്റ് ചെയ്യാനായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ജാക്ക് ഗ്രീലിഷിനെ കൂടുതലും പെപ്പ് ഗാർഡിയോള അവിടെ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ ഒരു ടാക്റ്റിക്കലിന് വേണ്ടി പുള്ളിയുടെ ടീം എങ്ങനെയാണ് ജയിക്കാൻ വേണ്ടി ഒരു ടാക്റ്റിക്കൽ സെറ്റപ്പ് പോലെയാണ് പുള്ളി യൂസ് ചെയ്യുന്നത്. അങ്ങനെ പല പ്ലേയേഴ്സിനെയും നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് വരുന്ന പ്ലേയേഴ്സൊന്നും ഇൻഡിവിജ്വലി ബ്രില്യൻ്റ് ആയിട്ടുള്ള പ്ലേയേഴ്സ് അല്ല എന്നല്ല ഞാൻ സംസാരിക്കുന്നു. ഇന്നത്തെ ഉള്ള മാനേജേഴ്സ് എല്ലാവരും അങ്ങനെ പ്ലേയേഴ്സിനെ ആക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ എല്ലാ മാനേജേഴ്സും കാർലോ ആഞ്ചലോട്ടിയെ പോലെ ഒന്നും ആവണമെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി ഇന്നത്തെ കാലത്ത് മറ്റേ പ്രസൻറ്റ് ടൈമിൽ പോലും പുള്ളി പ്ലേയേഴ്സിനൊക്കെ ഫ്രീ സ്റ്റൈൽ ഫുട്ബോൾ കളിക്കാൻ അനുവദിക്കുന്ന മാനേജറാണ്. പുള്ളി ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, കാരണം ഞാൻ പ്ലേയേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന കാര്യമില്ല, ഫുട്ബോളിൻ്റെ രീതി അങ്ങനെയല്ല. പുള്ളിയുടെ ഒരു കോട്ടുണ്ട്, ഫുട്ബോളിൻ്റെ രീതി അങ്ങനെയല്ല, പ്ലേയേഴ്സിനെ ഫ്രീ ആയിട്ട് കളിക്കാൻ അനുവദിക്കണം. ഡിഫൻസീവിൽ ഞാൻ ഒരുപക്ഷെ ടാക്റ്റിക്കലായിട്ട് സെറ്റപ്പ് ചെയ്യുന്നതിനും അറ്റാക്ക് പോകുന്ന സമയത്തല്ല, കൗണ്ടർ അറ്റാക്ക് പോകുന്നൊക്കെ ടൈമിലാണെങ്കിൽ പോലും പ്ലേയേഴ്സിൻ്റെ സ്വന്തം ഇഷ്ടത്തിലാണ് കളിക്കാൻ വേണ്ടത്. അതാണ് നമ്മൾ വിനീഷ്യസ് ജൂനിയറൊക്കെ കാർലോ ആഞ്ചലോട്ടിയുടെ ടൈമിലും സിദാൻ്റെ വിനീഷ്യസ് ജൂനിയർസൊക്കെ എടുത്തു പോയി കഴിഞ്ഞാൽ വലിയൊരു ഗ്യാപ്പും കാണാൻ പറ്റും. കാരണം പുള്ളി ആ ഒരു ഫ്രീ ഫുട്ബോൾ കളിക്കാനായിട്ട് വിനീഷ്യസിനെ വിടാണ്. ബ്രസീലിയൻ ഫ്ലെയർ ഉള്ള പ്ലെയറാണ്. അതുപോലെ തന്നെ റോഡ്രിഗോ ആണെങ്കിൽ ബ്രസീലിയൻ പ്ലെയേഴ്സിൻ്റെ എക്സ്ട്രീം വേർഷനൊക്കെയാണ്. അപ്പോൾ ഇവരെയൊക്കെ ആ ഒരു ഫ്രീ ഫുട്ബോൾ കളിക്കാൻ വിടുമ്പോൾ തന്നെ അവരവരുടെ ബെസ്റ്റ് ഓൾമോസ്റ്റ് ഇപ്പോൾ 10 കളികളുണ്ടെങ്കിലും അതിൽ 8-7 കളികൾ അവരുടെ ഓൾ ദ ബെസ്റ്റ് അവർ പുറത്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നുള്ളത്. അതിൽ തന്നെ 2-3 കളികൾ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് മൊമെൻറ്റ്സ് അവർ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അതിൽ നിന്ന് തന്നെ കാർലോ ആഞ്ചലോട്ടി ട്രോഫികളും നേടുന്നുണ്ടെന്നുള്ളതാണ്. ആഞ്ചലോട്ടിയെ പോലെയൊക്കെ ചിന്തിക്കുന്ന ഒരു മാനേജർ ഇന്നത്തെ കാലത്ത് വളരെ കുറവാണ്. പല മാനേജേഴ്സും ഇന്നത്തെ കാലത്ത് ചിന്തിക്കുന്നത് എങ്ങനെയൊക്കെ കെയോസ് ഒഴിവാക്കാമെന്നുള്ളതാണ്. 4 വർഷമൊക്കെ മുമ്പ് നമ്മൾ എടുത്തു വയ്ക്കാൻ ഒരു ഗെയിം കാണുമ്പോൾ അതിൽ ഒരുപാട് കെയോസ് ഉണ്ടാകും. കാരണം റെഡ് കാർഡാണെങ്കിലും യെല്ലോ കാർഡാണെങ്കിലും ഫൈറ്റിംഗ് ആണെങ്കിലും കൗണ്ടർ അറ്റാക്ക് പോകുന്നത് പ്ലേയേഴ്സിൻ്റെ മണ്ടത്തരങ്ങളാണെങ്കിലും ഇതിനൊക്കെയാണ് നമ്മൾ ഫുട്ബോളിങ് ക്യാവോസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. റിയൽ മാഡ്രിഡിൻ്റെ ലിവർപൂളായിട്ടുള്ള ഒരു ഫൈനൽ ലോറിസ് കാരിയാസ് ഒരു മിസ്റ്റേക്ക് വരുത്തിയേക്കുണ്ട്. അതൊക്കെ നമുക്കൊരു ന്യൂട്രൽ ഫാൻ ബോയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സംഭവമാണ്. അതൊക്കെ ഇന്നും പല ആളുകളും മീമൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്.
ഈ ലിവർപൂൾ ഫാൻസിന് അത്ര സെറ്റപ്പ് ഒരു ഇതായിട്ട് തോന്നുന്നില്ലെങ്കിൽ ഒരു ന്യൂട്രൽ ഫാൻസിനെ സംബന്ധിച്ചോ അത് കുറച്ചുകൂടി എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു ആ ഒരു മത്സരം. അതുപോലെ ഒരുപാട് മത്സരങ്ങളും അതിന് മുമ്പും കാലങ്ങളിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ കിട്ടും. പ്ലെയേഴ്സിൻ്റെ മിസ്റ്റേക്കുകളും മിസ് പാസുകളും അതുപോലെ തന്നെ ഈ ഫൈറ്റിങ്ങും റെഡ് കാർഡും ഇടിയും തൊഴിലും അതൊക്കെയാണ് ഫുട്ബോളിങ് ക്യാവോസ്. അപ്പോൾ ആ ഒരു ക്യാവോസ് എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതാണ് ഇന്നത്തെ മാനേജേഴ്സ് പലരും ശ്രമിക്കുന്നത്. അപ്പോൾ ഇത് ടോപ്പ് പ്രൊഫഷണൽ ക്ലബ്ബുകളിലെ മാനേജേഴ്സ് മാത്രമല്ല, ഇപ്പോൾ ഇന്ന് അക്കാഡമിയിലുള്ള പല മാനേജേഴ്സും, അതായത് സ്കൗട്ടുകളാണെങ്കിൽ പോലും അക്കാഡമിയിലെ കോച്ചസുകളാണെങ്കിൽ പോലും പ്ലെയേഴ്സിന് പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനത്തെ രീതിയിലൊക്കെ തന്നെയാണ്. അതായത് ചെറിയ അക്കാഡമി തൊട്ട് തന്നെ പ്ലെയേഴ്സിനെ ടാക്റ്റിക്കലി അവരുടെ കളി എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളതാണ്. അതായത് ടീമിന് അഡ്വാൻസ് ആവുന്ന രീതിയിൽ എങ്ങനെ കളിക്കാം എന്നുള്ളതാണ് പല കോച്ചുമാരും ഇവൺ അക്കാഡമി തൊട്ട് തന്നെ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് തന്നെ പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലെയേഴ്സിന് അത് ഒരു ചെങ്ങലക്ക് ഇടുന്ന പോലെ തന്നെയാണ്. ഒരു പക്ഷേ അടുത്ത ടോപ്പ് പ്ലെയർ ആവാൻ സാധ്യതയുള്ള പ്ലെയറൊക്കെ ആയിരിക്കും. അടുത്ത മെസ്സിയോ അടുത്ത റൊണാൾഡോയോ അടുത്ത നെയ്മറോ ഒക്കെ ആവാൻ കഴിവുള്ള പ്ലെയർ ആയിരിക്കും. ഈ മാനേജേഴ്സൊക്കെ തന്നെ തളച്ചിടുന്നതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ഫുൾ പ്രോസ്പെക്റ്റ് അവർക്ക് പുറത്തെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പം ബ്രസീലിയൻ ലീഗിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് നല്ല ടോപ്പ് ടാലൻസിനെ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ യൂട്യൂബ് വീഡിയോസൊക്കെ കംപ്ലീഷൻ വീഡിയോസൊക്കെ നമ്മൾ എടുത്തു വയ്ക്കാനായി അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടാൽ നമുക്ക് തോന്നും അടുത്ത നെയ്മർ ആയിരിക്കും, അടുത്ത ആർണയണൊക്കെ ആയിരിക്കും നമുക്ക് തോന്നും. പക്ഷെ അവരൊക്കെ യൂറോപ്യൻ ഫുട്ബോളിലേക്ക് വരുമ്പോൾ അങ്ങനെ അവർ കളിക്കുന്നില്ല. കാരണം യൂറോപ്പിലേക്ക് വരുമ്പോൾ അവിടെ മാനേജേഴ്സ് വേറെ രീതിയിലാണ് അവർ ചിന്തിക്കുന്നത്. ആ ഒരു ടോപ്പ് പ്ലെയർ ഫുട്ബോൾ കളിക്കുന്ന ആ ഒരു പ്ലെയറിനെ ചെങ്ങലക്കിട്ട് ടാക്റ്റിക്കൽ സെറ്റപ്പ് ഒരു ടാക്റ്റിക്കൽ മെഷീനായിട്ട് അല്ലെങ്കിൽ ഒരു റോബോട്ടിനെ പോലെ അവരെ കളിപ്പിക്കും എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ ഒരു പ്രോസ്പെക്റ്റ് അവർക്ക് ഫുൾ അവർക്ക് പുറത്തെടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അത് ശരിക്കും പല കാര്യങ്ങളിലേക്കും ചൂണ്ടിക്കാണിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇന്ന് 50, 60, 100 മില്യൺ കൊടുത്ത് പ്ലേയേഴ്സിനൊക്കെ മേടിക്കുമ്പോഴും അവരുടെ പ്ലെയർ ഫുട്ബോളും ടോപ്പ് സ്കില്ലുകളൊക്കെ കണ്ടും ഒക്കെ മേടിക്കുമ്പോഴും അവർക്കത് പുറത്തെടുക്കാൻ പറ്റാത്തതിൽ അവരെ മാത്രം കുറ്റം പറഞ്ഞാൽ പോരായിപ്പോവും. അവരാ ഒരു ടാക്റ്റിക്കൽ സെറ്റപ്പിന് വേണ്ടി ചെയ്യുന്ന മാനേജേഴ്സിനെ നമുക്ക് കുറ്റം പറയാം. ഈവൻ 80, 60 മില്യൺ കൊടുത്ത് ഒരു പ്ലെയറിനെ മേടിക്കുന്ന ആ പ്ലെയറിന് ഒന്നും തന്നെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പോലും ആ മാനേജർ ആ ഒരു പ്ലെയറിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോഴും ആ പ്ലെയറിനെ നിലനിർത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ശരിക്കും പറഞ്ഞാൽ ആ മാനേജറിന് ടാക്റ്റിക്സിന് വേണ്ടി ആ ഒരു പ്ലെയർ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ആ മാനേജറിന് ആ പുള്ളി ചെയ്യുന്ന ജോബ് ഇഷ്ടപ്പെടുന്നുണ്ട്. ഇവൻ നമുക്ക് ഫുട്ബോൾ ഫാൻസിന് അത് അത്ര സെറ്റപ്പായിട്ട് തോന്നുന്നില്ലെങ്കിലും മാനേജർ പറയുന്ന കാര്യങ്ങളൊക്കെ ആ ഒരു പ്ലെയർ ചെയ്യുന്നതുകൊണ്ടാണ് ഇന്നും ആ ഒരു പ്ലെയറിനെ നിലനിർത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് ഫോർമാറ്റിൽ വന്ന ചേഞ്ചാണ്. ഇപ്പോൾ യൂറോ 2016 തൊട്ട് 24 ടീമുകളാണ് യൂറോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. 12 വരെ അത് 16 ടീമുകളായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു മാറ്റം ശരിക്കും അതൊരു റവന്യൂ ബേസ്ഡ് ആണ്. കാരണം നമുക്കറിയാം ഒരുപാട് ടീമുകൾ കളിക്കുമ്പോൾ ഒരുപാട് മാച്ചസുകൾ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പൈസകൾ കിട്ടും. അത് മാത്രമല്ല 24 ടീമുകൾ എന്ന് പറയുമ്പോൾ എന്തായാലും യൂറോപ്പിലെ ബിഗ് ടീമുകളൊന്നും തന്നെ മിസ്സാവില്ല. അവർക്കൊക്കെ എന്തായാലും ഈ പറഞ്ഞ ഒരു ക്വാളിഫിക്കേഷൻ വളരെ ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ ആകെ ഈ ഒരു യൂറോ ക്വാളിഫിക്കേഷൻ്റെ സ്ട്രഗിൾ ചെയ്യുന്നത് ഇപ്പോൾ ജോർജിയൊക്കെ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ആ ഒരു പൊസിഷനിലേക്ക് ആ ഒരു ക്വാളിഫിക്കേഷൻ നേടിയെടുത്തത്. അതുപോലെ തന്നെ ടീമുകളായിട്ടുള്ള അസർബൈജാനോ കസാക്കിസ്ഥാൻ, ഇപ്പോൾ സൈപ്രസ്, സാൻ മറീനോ ഇങ്ങനത്തെ ടീമുകൾക്കൊക്കെ മാത്രമാണ് ആ ഒരു സ്ട്രഗിളിങ്, അതൊരു യൂറോ ക്വാളിഫിക്കേഷൻ കിട്ടുക എന്നുള്ളൊരു കടമ്പ കടക്കാൻ ഇത്തിരി പാടുപെടുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ മറ്റു ടീമുകളൊക്കെ എടുത്ത് നോക്കിയാൽ സ്ലൊവേനിയ, സ്ലോവാക്യ, റൊമാനിയ, ചെക്ക് റിപ്പബ്ലിക് ഇങ്ങനത്തെ ടീമുകൾക്കൊക്കെ അതായത് വേൾഡ് കപ്പിലേക്കൊക്കെ ക്വാളിഫിക്കേഷൻ പെടാൻ പാടുപെടുന്ന ടീമുകളും അത്യാവശ്യം നല്ലൊരു ഈസി ആയിട്ട് തന്നെ യൂറോയിൽ ക്വാളിഫിക്കേഷൻ നേടാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. കോൺസിക്യൂട്ടീവ്ലി എല്ലാ യൂറോയിലും എന്നുള്ളതാണ്. അപ്പോൾ അത് യൂറോ ക്വാളിഫിക്കേഷൻ മത്സരങ്ങൾ നല്ല രീതിയിൽ ബോറാക്കുന്നുണ്ട്. അതുമാത്രമല്ല ടോപ്പ് ടീമുകൾ തന്നെയാണ് എപ്പോഴും 1, 2 സ്ഥാനങ്ങളൊക്കെ ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് തന്നെ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 2012 യൂറോ വരെ ആയിരുന്നു 16 ടീമുകൾക്ക് മാത്രം ക്വാളിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ അതുവരെ യൂറോ ക്വാളിഫിക്കേഷൻ മത്സരങ്ങൾ കാണാനും കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് നമുക്ക് ആ ഒരു കളിയിൽ ഫീൽ ചെയ്യായിരുന്നു. ഈവൻ പ്ലെയേഴ്സ് ആണെങ്കിലും കോച്ചുമാരാണെങ്കിലും അവരൊക്കെ ആ ഒരു കളിക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ യൂറോ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് വെറുതെ ഒരു ചടങ്ങ് പോലെ നടത്തുന്നത്. അതല്ലെങ്കിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ടീമുകൾക്ക് ജോർജിയ, നോർത്ത് മാസഡോണിയ അങ്ങനത്തെ ടീമുകൾക്കൊക്കെ അവർക്കൊക്കെ അവരിൽ നിന്ന് ആ ഒരു ക്വാളിഫിക്കേഷൻ നേടും എന്നുള്ള രീതിയിലുള്ള ചടങ്ങിലേക്ക് മാത്രം നീങ്ങി പോകുന്നൊരു ഫോർമാറ്റിലായി മാറി എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ടീം ഫോർമാറ്റ് ചേഞ്ചുകൾ ഇപ്പോൾ എല്ലാ ടൂർണമെൻറ്റിലും ഫുട്ബോൾ നടത്തുന്നുണ്ട്. നമുക്കറിയാം ഫിഫയും യുഎഫയൊക്കെ മരിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ മാക്സിമം പൈസ പിഴിയാനായിട്ടാണ് ഈ ഒരു ഫോർമാറ്റിൽ ചേഞ്ചസുകളൊക്കെ വരുന്നത്. ഇപ്പോൾ നമുക്കറിയാം അവരുടെ സൂപ്പർ ലീഗൊക്കെ വന്നിരുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ എതിർത്ത് സംസാരിച്ചിരുന്ന ആളുകളാണ് ഇപ്പോൾ ഫോർമാറ്റുകൾ മാറ്റാൻ നടക്കുന്നത്. എങ്ങനെയെങ്കിലും മാക്സിമം റവന്യൂ ഉണ്ടാക്കുക, ബിഗ് ടീംസിനെ മാക്സിമം ഉൾപ്പെടുത്തുക. അപ്പോൾ അതൊക്കെയാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമാണ് അവർക്കും പൈസ കിട്ടുകയുള്ളൂ. ശരിയാണ്, ഇവർ ഫിഫയും യുഎഫയൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ജോർജിയ അതുപോലത്തെ ഇപ്പോൾ നമ്മൾ ജോർജിയൊക്കെ കണ്ടു, അതുപോലെ നോർത്ത് മാസിഡോണിയ കഴിഞ്ഞ യൂറോയിൽ കണ്ടു.
അപ്പോൾ അങ്ങനത്തെ ടീമുകൾക്കൊക്കെ അവസരങ്ങൾ കിട്ടുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ എന്നാൽ പോലും അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് മാക്സിമം റവന്യൂ ഉണ്ടാക്കുക. ഒരുപാട് ടീമുകൾ വരുമ്പോൾ ഒരുപാട് പൈസകൾ കിട്ടും. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു ഫോർമാറ്റ് ചേഞ്ചാണ് നമ്മൾ ഈ അടുത്ത വേൾഡ് കപ്പിൽ കാണാൻ പോകുന്നത്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ടീമുകൾ കളിക്കുന്ന ഒരു വേൾഡ് കപ്പാണ് USA-യിലും കാനഡയിലും അതുപോലെ തന്നെ മെക്സിക്കോയിലും നടക്കുന്ന ആ ഒരു വേൾഡ് കപ്പ്. അത് ഇതിൻ്റെ ഒരു അങ്ങേയറ്റം ആയിരിക്കും. മാക്സിമം റവന്യൂ തന്നെ അവർ അതിൽ നിന്നുണ്ടാകും. ഇത് പറയണ്ടല്ലോ, USA-യിൽ നടക്കുന്നതാണ്. മാക്സിമം റവന്യൂ എന്തായാലും അവർ ഫിഫ പിന്നെടുക്കും. ഇതൊന്നും വേൾഡ് കപ്പ് ഹിസ്റ്ററി തന്നെ ഏറ്റവും കൂടുതൽ പൈസ കിട്ടാൻ റവന്യൂ അവർക്ക് കിട്ടാൻ പോകുന്ന ഒരു പക്ഷേ ഈ ഒരു വേൾഡ് കപ്പിൽ നിന്നാണ്. ഞാനിപ്പോൾ യൂറോയുടെ ഫോർമാറ്റ് ചേഞ്ചിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണെങ്കിൽ ഈ 32 ടീമുകൾ എന്നുള്ള രീതിയിലേക്ക് മാറി കഴിഞ്ഞപ്പോൾ അത് ഒരു ഗ്രൂപ്പിൽ 4 ടീമുകളാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് പണ്ട് 4 ടീമുകളൊക്കെ തന്നെയായിരുന്നു. പക്ഷേ മുമ്പത്തെ കാര്യം ഇപ്പോൾ 16 ടീമുകൾ മാത്രമുള്ളൊരു സിറ്റുവേഷനിൽ 2 ടീമുകൾക്ക് മാത്രമായിരിക്കും അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫിക്കേഷൻ ആയിരുന്നു. അത് അടുത്ത റൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാർട്ടർ ഫൈനലാണ്. അപ്പോൾ ആ ഒരു റൗണ്ടിലേക്ക് ക്വാളിഫിക്കേഷൻ കിട്ടുന്ന 2 ടീമുകൾക്ക് മാത്രമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം യൂറോയിൽ എക്സ്ട്രാ ഒരു പ്രിലിമിനറി റൗണ്ട് കൂടി ഉണ്ട്, അതായത് റൗണ്ട് ഓഫ് 16. അപ്പോൾ റൗണ്ട് ഓഫ് 16ലേക്ക് ക്വാളിഫിക്കേഷൻ കിട്ടണമെങ്കിൽ 3-ാം സ്ഥാനത്തുള്ള ടീമുകൾക്കും ക്വാളിഫിക്കേഷൻ കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അത് കുറച്ച് നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. കാര്യം 3ാമത് ഫിനിഷ് ചെയ്യുന്ന ടീമും 4ാമത് ഫിനിഷ് ചെയ്യുന്ന ടീമും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിലെ തന്നെ ഒരു വേസ്റ്റ് ടീമുകളാണ്. അത് ഒരു പക്ഷേ ഒരു മത്സരങ്ങൾ പോലും വിജയിക്കാത്തൊരു ടീമുകളായിരിക്കും 3ാം സ്ഥാനത്ത്. നമ്മൾ ഈ ഒരു യൂറോയിൽ തന്നെ നമ്മൾ കണ്ടതാണ്, സ്ലോവേനിയ ഒറ്റ മത്സരങ്ങൾ പോലും അവർ വിജയിച്ചിരുന്നില്ല. പക്ഷേ അവർ റൗണ്ട് ഓഫ് 16ലേക്ക് കടന്നു. അപ്പോൾ അത് കുറച്ച് നെഗറ്റീവ് ഷെയ്ഡ് തരുന്ന ഒരു കാര്യമാണ്. അതുമാത്രമല്ല ഈ ടോപ്പ് ടീമുകൾക്ക് ഈ ഒരു 3ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാം എന്നുള്ള രീതിയിൽ വന്നപ്പോൾ തന്നെ ടോപ്പ് ടീമുകൾക്ക്, നമ്മൾ പറയുന്നത് ഇറ്റലി, ഫ്രാൻസ്, ജർമ്മനി ഇങ്ങനത്തെ ടീമുകൾക്കൊക്കെ തന്നെ കുറച്ചുകൂടി ഈസിയാണ് ഗ്രൂപ്പ് സ്റ്റേജ് കടക്കാനായിട്ട്. അവർക്ക് വലിയ പണിയൊന്നും എടുക്കണ്ട. അതുകൊണ്ട് തന്നെ പ്ലേയേഴ്സ് വലിയ എഫേർട്ട് ഇടുന്നില്ല, മാനേജേഴ്സും ഗെയിംസിന് വലിയ എഫേർട്ട് കൊടുക്കുന്നില്ല. അവർക്ക് കുറച്ചുകൂടി ഈസിയാണ്. കാരണം 3ാമത് ഫിനിഷ് അവരെന്തായാലും ടോപ്പ് ടീമുകൾക്ക് എന്തായാലും 3ാമതിൽ അറ്റ്ലീസ്റ്റ് ഫിനിഷ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ ബുദ്ധിമുട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്ട്രീം വേർഷൻ ഈ ഒരു ഫോർമാറ്റിലേക്ക് മാറിയപ്പോൾ തന്നെ നമ്മൾ കണ്ട ആ ഫസ്റ്റ് എഡീഷനിൽ തന്നെ നമ്മൾ കണ്ടതാണ് യൂറോ 2016 പോർച്ചുഗൽ ഗ്രൂപ്പ് മത്സരങ്ങൾ ഒറ്റ മത്സരങ്ങൾ പോലും അവർ വിജയിച്ചിരുന്നില്ല. പക്ഷേ അവർ പിന്നെ യൂറോ ചാമ്പ്യന്മാരായതാണ് നമ്മൾ കണ്ടത്. അത് കുറച്ച് വേസ്റ്റ് സിനാരിയോ ആണ്. കാരണം യൂറോയിൽ ഒറ്റ മത്സരങ്ങൾ പോലും വിജയിക്കാൻ കഴിയാത്ത ടീമുകൾ വെറും 1-2 ഡ്രോയുടെ ബേസിൽ അവരടുത്ത റൗണ്ടിലേക്ക് പോകുന്നു എന്നുള്ളത് ശരിക്കും കുറച്ച് നെഗറ്റീവ് ഷെയ്ഡ് തരുന്ന ഒരു കാര്യമാണ്. അതുമാത്രമല്ല ഇത്രയും മത്സരങ്ങൾ വരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞത് അത് ഇൻഡയറക്റ്റായിട്ട് ശരിക്കും പ്ലെയേഴ്സിനെയും അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം പ്രസന്റ് അടുത്ത മോഡേൺ ടൈമിൽ പ്ലെയേഴ്സ് ഒരുപാട് ഫുട്ബോൾ മാച്ചസുകൾ കളിക്കുന്നത് ഒരു വീക്കിൽ തന്നെ അവർ 2-3 മത്സരങ്ങളൊക്കെ കളിക്കുന്ന സിറ്റുവേഷനിൽ മാറുന്നുണ്ട്. അവർക്ക് റെസ്റ്റ് കിട്ടുന്നില്ല. ഇപ്പോൾ ഇൻ്റർനാഷണൽ ബ്രേക്കുകൾ എന്തെങ്കിലുമൊക്കെ അവർ ടൂർണമെൻറ്റുകൾ കുത്തിക്കയറ്റി റവന്യൂ ഉണ്ടാക്കാനായിട്ട് ഫിഫയും യുഎഫയൊക്കെ എന്തെങ്കിലും ടൂർണമെൻറ്റൊക്കെ ആ ഇൻ്റർനാഷണൽ ബ്രേക്കിലും കുത്തിക്കയറ്റിക്കൊണ്ട് അവർ മാക്സിമം റവന്യൂ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ നേഷൻസ് ലീഗിൻ്റെ ഒരു രീതിയാണെങ്കിൽ അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെയേഴ്സിൻ്റെ അവർക്ക് എനർജി ഡ്രോട്ട് ആവാനുള്ള നല്ലൊരു ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇഞ്ചറീസ് കൂടുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം അത് തന്നെയാണ്. ഇപ്പോൾ പ്ലെയേഴ്സിന് പോലും എത്ര ഒരു ഹാർഡ് വർക്ക് ചെയ്താലും അവർക്ക് ഇഞ്ചറി വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ പണ്ടത്തെ പ്ലേയേഴ്സിന് ഇഞ്ചറി ഇല്ല എന്നല്ല, പണ്ട് ഇഞ്ചുറീസ് ഉണ്ടായിരുന്നു. പക്ഷെ അത് കുറവാണ്. വല്ലപ്പോഴും ഒരു ടീമിൽ തന്നെ 2-3 പ്ലേയേഴ്സിനൊക്കെ വന്നു. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഒരു ക്ലബിലേക്ക് എടുത്തു കഴിഞ്ഞാൽ 8-10 പ്ലേയേഴ്സിന് ഇഞ്ചുറി പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് ചൂണ്ടിക്കാണിക്കുന്ന ഈ ഒരു പ്ലേയേഴ്സിൻ്റെ ഇത്രയും മാച്ച് ടൈം, ഇത്രയും മാച്ചുകൾ അവർ അടുപ്പിച്ച് കളിക്കുന്ന ഒരു സിറ്റുവേഷൻ കൊണ്ടാണ് അതൊക്കെ സംഭവിക്കുന്നത്. അതുമാത്രമല്ല ഈ ഒരു പ്ലേയേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഇത്ര ഗെയിമുകൾ കളിക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാ കളിയിലും ബെസ്റ്റ് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് ഒരു നെഗറ്റീവ് ഷെയ്ഡാണ്. അപ്പോൾ അതൊരു ഗെയിമിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഗെയിം എൻ്റർടൈൻമെൻ്റ് ആക്കണം എന്നുള്ളൊരു കാര്യത്തിലേക്ക് വരുമ്പോൾ ഗെയിം എൻഗേജിങ് ആക്കണമെങ്കിൽ ഇൻഡിവിജ്വൽ പ്ലെയേഴ്സും എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ അത് ഫുൾ ഓഫ് ചെയ്യുന്നതിൽ വൺ ഓഫ് ദ റീസൺസ് ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതായത് പ്ലെയേഴ്സ് ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് ഗെയിമുകൾ കളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ പ്ലേയേഴ്സിനും എല്ലാ കളിയിലും അവരുടെ ബെസ്റ്റ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ പണ്ടത്തെ ദിവസം എന്ന് പറയുമ്പോൾ അതല്ല, അവർക്ക് നല്ല ഒരു റെസ്റ്റ് പ്ലേയേഴ്സിന് കിട്ടാറുണ്ട്. ശരിയാണ്, ഒരു ഫുട്ബോൾ പ്ലെയറിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാ ദിവസവും വേണമെങ്കിൽ റെസ്റ്റ്ലെസ് ആയിട്ട് അവർക്ക് കളിക്കാൻ പറ്റും, അതൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവരുടെ ബെസ്റ്റ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് എല്ലാ മത്സരത്തിലും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ ഒരു തോട്ടിൻ്റെ ബേസിൽ എനിക്ക് പറയാനുള്ളത്. വൺ ഓഫ് ദ വേഴ്സ്റ്റ് കോമ്പറ്റീഷൻസ് ആണ് എന്നുള്ളൊരു തോട്ടിൻ്റെ പുറത്ത്. അപ്പോൾ നമുക്ക് ഇത്രയൊക്കെ പറഞ്ഞൊരു സ്ഥിതിക്ക് ഇനി എന്തൊക്കെ നല്ല കാര്യങ്ങളാണ് ഈ ഒരു യൂറോയിൽ നടന്നത് എന്ന് നമുക്ക് ഒന്ന് ഓടിച്ചിട്ട് നോക്കാം. അപ്പോൾ അതിന് നമുക്ക് പറയാനുള്ളത് സൂപ്പർ സ്റ്റാർ പ്ലേയേഴ്സിൻ്റെ ലാക്കിങ് നമ്മൾ ഈ ഒരു ടൂർണമെൻറ്റിൽ പറഞ്ഞിരുന്നു.
അതുപോലെ തന്നെ റൈസിങ് പ്ലെയേഴ്സും വളരെ കുറവായിരുന്നു ഈ ഒരു യൂറോയിൽ. പ്രത്യേകിച്ച് ഇപ്പോൾ കഴിഞ്ഞ യൂറോ ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് പ്ലെയേഴ്സ് നമ്മൾ റൈസായിട്ട് വരുന്നത് കണ്ടിരുന്നു. അവരൊക്കെ പിന്നീട് വലിയ വലിയ ക്ലബ്ബുകളിലേക്ക് മാറുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടത്. അതായത് ഈ ലാസ്റ്റായിട്ട് എനിക്കൊരു പ്രധാനപ്പെട്ട റീസൺ കൂടി പറയാനുള്ളത്, അണ്ടർഡോഗ് ടീമുകളുടെ കുറവാണ് ഈ ഒരു യൂറോയിൽ വന്നപ്പോൾ. കഴിഞ്ഞ യൂറോ ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഡെൻമാർക്കൊക്കെ സെമി ഫൈനൽ വരെ അവരെത്തിയിരുന്നു. പക്ഷേ ഈ ഒരു യൂറോയിലേക്ക് വന്നപ്പോൾ നമ്മൾ അണ്ടർഡോഗ് എന്ന് പറഞ്ഞ മിക്ക ടീമുകളും ഔട്ട് പെർഫോം ചെയ്തതാണ്. മിക്ക ടീമുകളും ഗ്രൂപ്പിൽ തന്നെ പുറത്താവുന്നത് കണ്ടു. അതുകൊണ്ട് തന്നെ റൗണ്ട് ഓഫ് 16 ആയപ്പോഴേക്കും മിക്ക ടീമുകളുടെയും കത്തിക്കൽ, അണ്ടർഡോഗ് ടീമുകളുടെ കത്തിക്കൽ അവിടെ തന്നെ തീരുന്നതാണ് നമ്മൾ കണ്ടത്. പിന്നെ ടർക്കിയൊക്കെയാണ് എന്തെങ്കിലുമൊക്കെ ക്വാർട്ടർ ഫൈനൽ വരെ അവരെങ്കിലും എത്തിയെന്നുള്ളതാണ്. പക്ഷെ അവർക്ക് അതും കടന്ന് പോകാനും കഴിഞ്ഞില്ല എന്നുള്ളതാണ്. നമുക്കറിയാം എപ്പോഴും നമ്മൾ കാണുന്നതാണ് ഇങ്ങനത്തെ ഒരു കോമ്പറ്റീഷനിലൊക്കെ ഒരു ചെറിയ ടീം വന്നിട്ട് വലിയ ടീമിനെ ഞെട്ടിച്ചുകൊണ്ട് അതൊക്കെ വളരെ കുറവായിരുന്നു ഈ ഒരു യൂറോയിൽ. പ്രത്യേകിച്ച് ഇപ്പോൾ കഴിഞ്ഞ യൂറോയിൽ നമ്മൾ കണ്ടാണ് സ്വിറ്റ്സർലാൻഡ് ഫ്രാൻസിനെ തോൽപ്പിക്കുക. ഈ ഒരു യൂറോയിൽ അത് വളരെ കുറവായിരുന്നു എന്നുള്ളതാണ്. ആകെ എനിക്ക് ഓർമ്മ വരുന്നത് സ്വിറ്റ്സർലാൻഡ് ഇറ്റലിയെ തോൽപ്പിച്ചാണ്. സ്വിറ്റ്സർലാൻഡ് നമുക്കത് പ്രതീക്ഷയാണ്. കാരണം സ്വിറ്റ്സർലാൻഡ് ഒരു അണ്ടർഡോഗെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അവർ ക്രൊയേഷ്യ ലെവലിലൊക്കെ കളിക്കാൻ കഴിവുള്ളൊരു ടീമാണ്. വിചാരിച്ചാൽ അവർക്ക് ഏതൊരു കോമ്പറ്റീഷനിലും സെമി ഫൈനലും ഫൈനലിലേക്കൊക്കെ കയറാവുന്നതേ ഉള്ളൂ. അവർക്ക് ആ ഒരു അടുത്ത സ്റ്റെപ്പ് കൂടി കടക്കാനുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമാണ് ഉള്ളത്. അപ്പോൾ സ്വിറ്റ്സർലാൻഡ് ഇറ്റലിയെ തോൽപ്പിച്ചു. ബാക്കി നോക്കാം, പിന്നെ ജോർജിയ ആണെങ്കിലും പോർച്ചുഗലും തോൽപ്പിച്ചത് ഗ്രൂപ്പ് മത്സരങ്ങളാണ്. നോക്കൗട്ട് സ്റ്റേജുകളിലേക്ക് വന്നപ്പോൾ വലിയ അത്ഭുതങ്ങളൊന്നും നമ്മൾ കണ്ടില്ല. നമ്മൾ വിചാരിച്ച ടീമുകൾ തന്നെ പിന്നെയും അടുത്ത റൗണ്ടിലേക്ക് പോകുന്നതാണ് കണ്ടത്. വലിയ സർപ്രൈസിങ് ആയിട്ടും ഒന്നും തന്നെ ഉണ്ടായിരുന്നു. ഒരു അൺപ്രഡിക്റ്റബിലിറ്റി ഒന്നും കളിയിൽ ഉണ്ടായില്ല. അണ്ടർഡോഗുകളൊക്കെ വളരെ ഡിസപ്പോയിൻമെൻറ്റ് ചെയ്തൊരു ടൂർണമെൻറ്റ് കൂടിയായിരുന്നു. അപ്പോൾ ഏതൊരു ടൂർണമെൻറ്റും എൻഗേജിങ് ആക്കണമെങ്കിൽ ആ ഒരു കുറച്ചുകൂടി എൻ്റർടൈൻമെൻ്റ് ആക്കണമെങ്കിൽ തീർച്ചയായും അണ്ടർഡോഗുകളുടെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. അപ്പോൾ അവർ എത്രത്തോളം അടുത്ത റൗണ്ടിലേക്ക് പ്രോഗ്രസ് ചെയ്യും എന്നുള്ളതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു കോമ്പറ്റീഷൻ എൻ്റർടൈൻമെൻറ്റ് ശരിക്കും കൂട്ടുന്നത്. അങ്ങനത്തെ കഥകളൊക്കെ പറയാൻ നമുക്കും വളരെ ഇഷ്ടമാണ്. ഇപ്പോൾ ന്യൂട്രൽ ഫാൻസിനാണെങ്കിലും അതൊക്കെ കുറച്ചുകൂടി എൻഗേജിങ് ആണ്. പൊതുവേ ന്യൂട്രൽ ഫാൻസിനൊക്കെ ആണെങ്കിലും വളരെ ഡിസപ്പോയിൻമെൻ്റ് ആയിട്ടുള്ളൊരു യൂറോ ആയിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പേഴ്സണലി ഞാനും അത്ര എൻജോയ് ചെയ്തൊരു യൂറോ ഒന്നും അല്ല. കാരണം ഞാൻ പ്രത്യേകിച്ച് ഒരു ടീമുകളെ ഒന്നും ഫോളോ ചെയ്യുന്നില്ല യൂറോയിൽ. നമുക്ക് കുറച്ച് നല്ല കാര്യങ്ങൾ കൂടി നമുക്ക് ഈ ഒരു യൂറോയുടെ ബേസിൽ പറയാം. എന്തൊക്കെയാണ് ഒരു ഗുഡ് തോട്ട്സ് ഈ ഒരു യൂറോയിൽ നടന്നത്. കൂടുതലും മോശം കാര്യങ്ങളാണ് നടന്നത്, പക്ഷെ എന്നാൽ നമുക്ക് കുറച്ച് നല്ല കാര്യങ്ങൾ പറയാൻ സാധിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പറയാനുള്ളത് ലെമിൻ യമാലിനെ പറ്റിയാണ്. ലെമിൻ യമാലാണ് ഈ ഒരു ടൂർണമെൻറ്റിൽ യങ്ങസ്റ്റ് പ്ലെയർ ആയത്. അപ്പോൾ വരുന്നൊരു സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ വരുന്നൊരു ബിഗ് തിങ് ആയിട്ട് കരുതുന്നൊരു പ്ലെയറാണ്. അപ്പോൾ ലെമിൻ യമാൽ ത്രൂ ഔട്ട് ദിസ് സീസൺ ഇൻക്രെഡിബിൾ ആയിരുന്നു. അപ്പോൾ അതൊരു നല്ലൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. കൂടുതലും ബാഴ്സ ഫാൻസിനാണ് കുറച്ചുകൂടി പോസിറ്റീവ്. ബാഴ്സയ്ക്ക് സ്പെയിനുമാണ്. ഒരു ന്യൂട്രൽ ഫാനെ സംബന്ധിച്ചിടത്തോളം അത്രയും പോസിറ്റീവ് തരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബാഴ്സയ്ക്കും അതുപോലെ തന്നെ സ്പെയിനിനും അത് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ കോബി മൈനോയുടെ പെർഫോമൻസ്. കോബി മൈനോ കഴിഞ്ഞ സീസണിൽ ഇൻക്രെഡിബിൾ ആയിരുന്നു. ഒരുപക്ഷെ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ച പറ്റിയൊരു പ്ലെയർ ആയിരുന്നു. പക്ഷേ ഈ ഒരു യൂറോയും കൂടി ആയപ്പോൾ ഇൻ്റർനാഷണൽ ബേസിസിൽ കൂടി പെർഫോം ചെയ്തു. അതും ഈ പറഞ്ഞ പോലെ നല്ലൊരു പോസിറ്റീവായിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലും ഇംഗ്ലണ്ടിലും മാത്രമാണ് പറയാൻ പറ്റുന്നത്. ന്യൂട്രൽ ഫാൻസിന് പ്രത്യേകിച്ച് പോസിറ്റീവ് എന്ന് തോന്നുന്ന കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഈ റൈസിങ് പ്ലേയേഴ്സിൻ്റെ കാര്യമാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരുപാട് കോമ്പറ്റീഷനിൽ നമ്മൾ കാണുന്ന ആ ഒരു കോമ്പറ്റീഷൻ, പ്രത്യേകിച്ച് ഇൻ്റർനാഷണൽ കോമ്പറ്റീഷൻ 1.5 മാസം നീണ്ടുനിൽക്കുന്ന കോമ്പറ്റീഷൻ കഴിയുമ്പോൾ ഒരുപാട് പ്ലേയേഴ്സ് ലൈം ലൈറ്റിലേക്ക് വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതും ഈ ഒരു യൂറോയിൽ വന്നപ്പോൾ വളരെ കുറവാണ്. നല്ല എണ്ണാവുന്ന പ്ലേയേഴ്സ് മാത്രമാണ് നമുക്ക് പറയുന്നത്. 2020 യൂറോ എടുത്ത് നോക്കുകയാണെങ്കിൽ സെമി ഫൈനലിസ്റ്റ് ആയിട്ടുള്ള ഡെൻമാർക്കിൽ നിന്ന് നമുക്ക് ഇഷ്ടമായി പ്ലേയേഴ്സ് നമുക്ക് പറയാം. റൈറ്റ് ബാക്ക് ആയിട്ടുള്ള മെയില്, അതുപോലെ തന്നെ ഡോൾബെർഗ്, ഡാംസ്കാർഡ്, ക്രൊയേഷ്യ നിന്ന് ഗാർഡിയോളൊക്കെ ആ ഒരു ടൈമിലാണ് അവർ ലൈം ലൈറ്റിലേക്ക് വന്നത്. പിന്നെ സ്വീഡനിൽ നിന്ന് കുൽസേവ്സ്കി, ഇറ്റലിയിൽ നിന്നും നിക്കോ ബരേല വന്നു, സ്പിനസോള, ഡി ലോറൻസോ, അതുപോലെ തന്നെ നെതർലാൻഡ്സിൽ നിന്നും കോഡി ഗാക്പോ. പിന്നെ ഒരുപാട് പ്ലേയേഴ്സിനെ നമുക്ക് വേണമെങ്കിൽ മെൻഷൻ ചെയ്യാനായിട്ട് പറ്റും. കഴിഞ്ഞ യൂറോയിൽ മാത്രം നമ്മൾ എടുത്തു കഴിയുള്ളൂ. പക്ഷേ ഈ ഒരു യൂറോയിലേക്ക് വന്നപ്പോൾ അത്രയും നമുക്ക് വിരലിലുണ്ടാകുന്ന പ്ലേയേഴ്സ് മാത്രമാണ് ആ ഒരു ലൈം ലൈറ്റ് ഫിഗറിലേക്ക് വന്നത്. അപ്പോൾ അതും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് എന്ന് എനിക്ക് പറയാൻ തോന്നി. പിന്നെ മറ്റൊരു പോസിറ്റീവ് തിങ് എന്ന് പറയാനുള്ളത് നമ്മുടെ ജോർജിയയുടെ ഒരു കാര്യമാണ്. അവർ ആദ്യമായിട്ടാണ് യൂറോയിലേക്ക് വരുന്നത്. ഫസ്റ്റ് യൂറോയിൽ തന്നെ അവർക്ക് റൗണ്ട് ഓഫ് 16 കടക്കാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ഒരു ഇൻക്രെഡിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം പോർച്ചുഗലിനൊക്കെ തോൽപ്പിച്ചുകൊണ്ടാണ് അവർ അടുത്ത റൗണ്ടിലേക്ക് പോയത്. അപ്പോൾ അതൊരു മികച്ച കാര്യമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അത് ന്യൂട്രൽ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അതൊരു ഇൻക്രെഡിബിൾ ആയിട്ടുള്ള കാര്യമായിരുന്നു. ഗ്രൂപ്പ് സ്റ്റേജിൽ ലാസ്റ്റ് ഫിനിഷ് ചെയ്യുന്നതൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അടുത്ത റൗണ്ടിലേക്ക് പോകാനായിട്ട് സാധിച്ചു. പിന്നെ ടർക്കിയെ പറ്റിയാണ്. ടർക്കി അവരുടെ സെക്കൻഡ് ബെസ്റ്റ് പെർഫോമൻസ് അവർ കാഴ്ചവെച്ചൊരു ടൂർണമെൻറ്റിലൂടെയാണ് അവർ ക്വാർട്ടർ ഫൈനലിലെത്തി. എന്നാൽ കൂടിയും അതിൻ്റെ അടുത്ത കടമ്പ കൂടിയും കടക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു ടീം. അപ്പോൾ
2020 2016 യൂറോയിലൊക്കെ നമ്മൾ വെയിൽസ് സെമി ഫൈനലിൽ എത്തുന്നത് നമ്മൾ കണ്ടാണ്. ഡെൻമാർക്ക് 2020 എത്തുന്നതാണ്. അപ്പോൾ കമ്പാരിറ്റീവ്ലി വളരെ ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു ഈ ഒരു യൂറോ. മറ്റൊരു പോസിറ്റീവ് തിങ് സ്വിറ്റ്സർലാൻഡിൻ്റെ ഒരു കാര്യമാണ്. സ്വിറ്റ്സർലാൻഡ് ഇറ്റലിനെ തോൽപ്പിച്ചൊക്കെ നമ്മൾ കണ്ടതാണ്. ഇനിയിപ്പോൾ സ്വിറ്റ്സർലാൻഡ് ആണെങ്കിൽ കൂടി അവരുടെ ഡ്രീം ടീമിൻ്റെ ഒക്കെ ഒരു അവസാനം കൂടിയാണ് ഈ ഒരു യൂറോ. ഈവൻ കഴിഞ്ഞ ഒരു ഡെക്കേഡായിട്ട് തന്നെ അവർ എല്ലാ ടീമുകളെയും എല്ലാ ടൂർണമെൻറ്റിലും വരുമ്പോൾ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ യൂറോയിൽ നമ്മൾ കണ്ടിരുന്നു ഫ്രാൻസിനെ നമ്മൾ തോൽപ്പിക്കുന്നു. ഈ ഒരു യൂറോയിൽ നമ്മൾ ഇറ്റലീനൊക്കെ തോൽപ്പിക്കുന്നത് കണ്ട്. 2014 വേൾഡ് കപ്പ് ആണെങ്കിൽ പോലും അർജൻറ്റീനയെ അവർ ലാസ്റ്റ് 118 മിനിറ്റ് വരെ 0-0 ഡ്രോയിൽ പിടിച്ചിരുന്നതാണ്. ലാസ്റ്റ് ഡിമരിയുടെ ഒരു ഗോളിലാണ് അർജന്റീന വളരെ എഡ്ജ് ടൈമിലാണ് അർജന്റീന ആ ഒരു ഗോൾ അടിച്ച് രക്ഷപ്പെടുന്നത്. സ്വിറ്റ്സർലാൻഡ് വളരെ ടൈറ്റ് ആയിട്ടുള്ള മത്സരമാണ്. അങ്ങനെ ബിഗ് ടീമുകളൊക്കെ ഞെട്ടിക്കാൻ ഹെൽപ്പുള്ള ഒരു ടീമാണ് സ്വിറ്റ്സർലാൻഡ്. അപ്പോൾ മാത്രമല്ല ഒരു ഇൻക്രെഡിബിൾ ടീമാണ് അവർക്ക് ഉള്ളത്. ഈ ഒരു യൂറോയിലേക്ക് വന്നപ്പോൾ നല്ലൊരു കിഡിലൻ ടീം അവർക്കുണ്ടായിരുന്നു. നല്ലൊരു ബെസ്റ്റ് ഡിഫൻസ് ഉണ്ടായിരുന്നു. റിക്കാർഡോ റോഡ്രിഗസും മക്കാഞ്ചിയും, മിഡ്ഫീൽഡിലാണെങ്കിൽ ഗ്രാൻഡ് ഷാക്ക, റെഗുലർ, ഇങ്ങനത്തെ ടോപ്പ് പ്ലേയേഴ്സൊക്കെ വെച്ചുകൊണ്ട് നല്ല രീതിയിൽ അവർ മുമ്പോട്ട് പോകുന്നുണ്ടായിരുന്നു. ഒരു ഡെക്കേഡായിട്ട് അവർ നല്ല പെർഫോമൻസാണ് എല്ലാ കോമ്പറ്റീഷനിലും കാഴ്ചവെക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത വേൾഡ് കപ്പിലേക്ക് കൂടി പോകുമ്പോൾ ആ ഒരു പെർഫോമൻസ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നുള്ള സംശയമാണ്. കാരണം ഈ ഒരു യൂറോയിൽ ഉണ്ടായിരുന്ന പല പ്ലേയേഴ്സും അടുത്ത യൂറോയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുമോ എന്ന സംശയമാണ്. ഒരുപക്ഷെ സ്വിറ്റ്സർലാൻഡിൻ്റെ ആ ഒരു ടീമിൻ്റെ കൂടി അവസാനമായിരിക്കാം ഒരുപക്ഷെ ഈ ഒരു യൂറോ കൂടി. അതും അവർക്ക് പ്രോപ്പറായിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അവരും സെമി ഫൈനൽ വരെയൊക്കെ എത്തുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ അവർക്കും ആ ഒരു ക്വാർട്ടർ ഫൈനലിൽ കടക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ മൊത്തത്തിൽ ഒരു പോസിറ്റീവായിട്ട് വളരെ കുറവ് കാര്യങ്ങൾ നടന്നൊരു യൂറോ ആണ്. കൂടുതലും നെഗറ്റീവ് ഷെയ്ഡുകളാണ് ഈ ഒരു യൂറോ എന്ന് പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഒരു തോട്ട്സ് ഇതൊക്കെയാണ്. അതായത് വൺ ഓഫ് ദ വേഴ്സ്റ്റ് യൂറോ അല്ലെങ്കിൽ വൺ ഓഫ് ദ വേഴ്സ്റ്റ് കോമ്പറ്റീഷൻസ് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ കൂട്ടിച്ചേർക്കാൻ പറ്റുന്ന കുറച്ച് തോട്ടുകൾ ഇതൊക്കെയാണ്. എന്തായാലും നിങ്ങളുടെ കൂടി അഭിപ്രായങ്ങൾ പറയുക. നിങ്ങൾ ഇതിനൊക്കെ യോജിക്കുന്നുണ്ടോ എന്നുള്ളത്. ഈ ഒരു യൂറോയിൽ ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ അതിൻ്റെ ഇരട്ടി ആ ഒരു പോസിറ്റീവ് ആർഗ്യുമെൻറ്റ്സ് പറയുന്നതിൻ്റെ ഇരട്ടി നെഗറ്റീവ് ആർഗ്യുമെൻറ്റ്സ് നമുക്ക് വേണമെങ്കിൽ മുമ്പിലേക്ക് നിരത്താൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിലും വൺ ഓഫ് ദ വേഴ്സ്റ്റ് യൂറോ അല്ലെങ്കിൽ വൺ ഓഫ് ദ വേഴ്സ്റ്റ് കോമ്പറ്റീഷൻസ് ആയിരുന്നു ഇപ്പോൾ കഴിഞ്ഞൊരു യൂറോ 2024. ഇനി വരുന്ന കോമ്പറ്റീഷൻസിലും ഇതേ പ്രശ്നങ്ങൾ തന്നെ ആളുകൾ സംസാരിക്കാൻ ചാൻസുകളുണ്ട്. കാരണം ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ തന്നെ ഒരു ടീം ഫോർമാറ്റിൻ്റെ ഒക്കെ ഒരു കാര്യങ്ങളാണെങ്കിൽ ഒരു ടാക്റ്റിക്കൽ ചേഞ്ചുകളാണെങ്കിലും മോഡേൺ ഫുട്ബോളിൽ. അപ്പോൾ മോഡേൺ ഫുട്ബോളിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ സ്വാഭാവികമായിട്ടും ഫുട്ബോളിൻ്റെ എൻ്റർടൈൻമെൻറ്റിനെയും അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇനി വരുന്ന കോമ്പറ്റീഷൻ, പ്രത്യേകിച്ച് ഇനി വരുന്ന വേൾഡ് കപ്പ് എങ്ങനെ നടക്കും, എത്ര നെഗറ്റീവ് ആർഗ്യുമെൻറ്റ്സ് അതിൽ നടക്കും, ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ എന്തൊക്കെ അതിൽ നടക്കും. ചിലപ്പോൾ അതിൻ്റെയൊക്കെ എക്സ്ട്രീം വേർഷൻ ചിലപ്പോൾ അടുത്തൊരു വേൾഡ് കപ്പിൽ നടക്കാമായിരിക്കാം. എന്നാലും യൂറോയിൽ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞ യൂറോ ആണെങ്കിൽ ഡിഫെൻസീവ് വൈസ് അല്ലെങ്കിൽ ടാക്റ്റിക്കലി തന്നെയൊക്കെ ആയിരുന്നു കഴിഞ്ഞ യൂറോ. പക്ഷെ കുറച്ചുകൂടി എൻ്റർടൈൻമെൻറ്റ് ഉണ്ടായിരുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളൊന്നും കഴിഞ്ഞ യൂറോയിൽ സംഭവിച്ചിട്ടില്ല. പക്ഷേ ഈ ഒരു യൂറോയിലൊന്നും ഓൾമോസ്റ്റ് മിക്ക കാര്യങ്ങളും ഒരു മോഡേൺ ഫുട്ബോളിൽ വന്ന മാറ്റങ്ങളെല്ലാം തന്നെ ഉൾക്കൊണ്ട ഒരു യൂറോ കൂടിയായിരുന്നു ഇത്. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ആ ഒരു നെഗറ്റീവ് ആർഗ്യുമെൻറ്റ്സ് പലവരും പറയാനുള്ളൊരു കാരണം. ഇപ്പോൾ എന്തായാലും കണ്ടു തന്നെ അറിയാം അടുത്തൊരു വേൾഡ് കപ്പിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. 2022 വേൾഡ് കപ്പാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഫൈനലിൻ്റെ ഒരു മറവിൽ കുറേ കാര്യങ്ങൾ നമ്മൾ മറന്നു പോയിട്ടുണ്ട്. ഒരു പക്ഷേ ഇനിയിപ്പോൾ അടുത്ത വേൾഡ് കപ്പ് വളരെ മോശം വേൾഡ് കപ്പ് ആകാനുള്ളൊരു സാധ്യതയുണ്ട്. എന്തായാലും കണ്ടു തന്നെ അറിയാം. സീ നെക്സ്റ്റ് ടൈം.